ഫലമായിട്ട് നിങ്ങൾക്ക് എടുത്തു തന്നതാണ്. അതത് മഅദൂദിലെ ഒരു ചോദ്യമെങ്കിലും വരാത്ത പരീക്ഷ ഉണ്ടാവില്ല. അതുപോലെ എല്ലാ പരീക്ഷകൾക്കും തിരിച്ചും മറച്ചും വരുന്ന മറ്റൊരു ഏരിയയാണ് ഇബ്ദാൽ ഇഅ്ലാൽ. ഇത് ഞാൻ ക്ലാസ് എടുത്തതാണ് ഒരു തവണ എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാലും കുറച്ചൊരു കോംപ്ലിക്കേഷനോ അല്ലെ കുറച്ചൊരു ഡൗട്ടോ വരുന്ന ഏരിയ ആയതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരിക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇന്ന് ചോദ്യം വരുന്നത്? അവസാനം ഒരു 10-12 ചോദ്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇബ്ദാൽ ഇഅ്ലാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഇബ്ദാൽ എന്ന് പറഞ്ഞാൽ ബദല എന്നതിന്റെ അഫ്അല വസ്നാണ് അബ്ദല. ഓക്കെ, അതൊരു കോള് വന്ന സൗണ്ട് പോയതല്ല. ഒരു ഹർഫിന് പകരം മറ്റൊരു ഹർഫിനെ കൊടുക്കുക, അതാണ് ഇബ്ദാൽ എന്ന് പറയുന്നത്. ഒരു ഹർഫിന് പകരം അതിനെ മാറ്റി മറ്റൊരു ഹർഫാക്കുന്നതാണ് ഇബ്ദാൽ, അബ്ദല, മാറ്റം വരുത്തുക എന്ന അർത്ഥത്തിൽ. ഇഅ്ലാൽ എന്ന് പറയുന്നതോ ഇല്ലത്തുള്ള അക്ഷരത്തിനെ മാറ്റുന്നത്, ഇല്ലത്തുള്ളതാക്കുന്നതിനാണ് ഇഅ്ലാൽ എന്ന് പറയാം. ഇതാക്കാനൽ ഹർഫുൽ മുതഗയ്യിറു ഹർഫ ഇല്ലത്തിൻ യുസമ്മ ഇഅ്ലാൽ. അപ്പൊ ഇബ്ദാൽ എന്ന് പറഞ്ഞത് ഒരു ആമായ പ്രയോഗമാണ്. ഇബ്ദാലിന്റെ ഒരു ഇനമാണ് ഇഅ്ലാൽ. ഏതൊരു അക്ഷരത്തിന് മാറ്റം വരുത്തിയാലും അതിന് ഇബ്ദാൽ എന്ന് പറയാം. അത് ഇല്ലത്തുള്ള അക്ഷരത്തിനെ മാറ്റിയാലും ഇബ്ദാൽ എന്ന് പറയാം. ഇല്ലത്തുള്ളതല്ലാത്ത അക്ഷരത്തിന് അലിഫ് വാവ് ആണുള്ള മുഅ്തല്, അതല്ലാത്ത അക്ഷരത്തിനെ തായിനെ മാറ്റി അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്ഷരത്തിനെ മാറ്റി അതിനൊക്കെ ഇബ്ദാൽ എന്ന് പറയാം. ഇഅ്ലാൽ എന്ന് പറയുന്നത് മാറ്റുന്നതും മാറ്റപ്പെടുന്നതുമായ അക്ഷരങ്ങൾ ഇല്ലത്തുള്ളതാണെങ്കിലാണ്, അതാണ് വ്യത്യാസം. അപ്പൊ എല്ലാ ഇഅ്ലാലും ഇബ്ദാലാണ്, എല്ലാ ഇബ്ദാലും ഇഅ്ലാൽ ആവില്ല. ഇബ്ദാൽ എന്നത് ആമാണ്, ഇഅ്ലാൽ എന്നത് ഖാസ്സാണ് എന്ന വ്യത്യാസം ഉണ്ടാവും. ഇബ്ദാലിന്റെ ഹർഫുകൾ ഈ പറയപ്പെട്ട ഹർഫുകളാണ്: ഹാ, ദാല്, ഹംസ, താ, മീം, വാവ്, ത്വാ, യാ, അലിഫ് എന്നീ 9 ഹർഫുകളാണ്. ഈ അക്ഷരങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. ആനെ മാറ്റുന്ന സ്ഥലം, ദാലിനെ മാറ്റുന്നത്, അല്ലെങ്കിൽ വാവിനെ, അങ്ങനെ ഈ അക്ഷരം ഏതെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ഈ 9 അക്ഷരത്തിനായിരിക്കും. ഈ അക്ഷരങ്ങളാണ് ഇബ്ദാലിന്റെ ഹർഫുകൾ എന്ന് പറയുന്നത്. ഒറ്റവാക്കിൽ അത് പഠിക്കാൻ ഹദഅ്ത മൂത്തിയ എന്ന് പറയും. ഹദഅ്ത മൂത്തിയ എന്ന് പറയുന്ന പദത്തിൽ ആ 9 ഹാ വന്ന്, ദാല് വന്ന്, ഹംസ വന്ന്, താ വന്ന്, മീം, വാവ്, ത്വാ, യാ, അലിഫ്. അപ്പൊ നമ്മളിപ്പം മുളാറത്തിന്റെ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ചേർത്ത് പറയാറുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു ഷോർട്ടായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പദമാണ് ഹദഅ്ത മൂത്തിയ എന്ന് നെഹ്വിന്റെ കിതാബുകളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ 9 എണ്ണമാണ് ഇബ്ദാലിന്റെ അക്ഷരങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി അത് ഏതൊക്കെയാണ് ഇബ്ദാൽ എന്ന് പറയാൻ പോകുന്നത്. പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് വരുന്ന ഇബ്ദാൽ ഇഅ്ലാൽ എന്ന് സൂചിപ്പിക്കാം. ഒന്ന്, അലിഫിനെ മാറ്റി വാവാക്കുക. അപ്പൊ ഇതിനൊക്കെ എന്ത് പറയാം? ഇഅ്ലാൽ എന്നും പറയാം, ഇബ്ദാൽ എന്നും പറയാം. മുഅ്തലായതുകൊണ്ട് ഇഅ്ലാൽ പെടും, അതോടൊപ്പം ഇബ്ദാലുമാണ്. എപ്പോഴാണ് അലിഫിനെ വാവാക്കുക? ലമ്മിന്റെ ശേഷം അലിഫ് വന്നു കഴിഞ്ഞാൽ അതിനെ വാവാക്കും. അലിഫിനെ വാവാക്കുന്ന സ്ഥലം ലമ്മിന്റെ ശേഷം അലിഫ് വന്നാൽ ലമ്മിന്റെ ശേഷം അലിഫ് ഉച്ചരിക്കാൻ കഴിയില്ല, അപ്പൊ വാവാക്കിയിട്ട് മാറ്റും. ഏതുപോലെ ഫാഅല എന്നത് അതിനെ മജ്ഹൂലാക്കിയാൽ ഫൂഇല എന്നുണ്ടാവുക. ഫഅലയുടേത് ഫുഇല എന്ന് മജ്ഹൂലാക്കുന്നത് പോലെ ഫാഅല എന്നുള്ളത് മജ്ഹൂലാക്കുമ്പോൾ ആദ്യത്തെ അക്ഷരത്തിന് ലമ്മും അവസാനത്തിന് മുമ്പ് കസ്റും കൊടുക്കണം. അങ്ങനല്ലേ കതബ, കുതിബ, നസറ, നുസ്റ എന്നാക്കുന്നത്. അപ്പൊ ആദ്യത്തെ അക്ഷരത്തിന് ഫാക്ക് ലമ്മ് കൊടുക്കും, അവസാനത്തിന് മുമ്പ് കസ്റും കൊടുക്കും. അവിടെ അലിഫാണുള്ളത് ലമ്മിന് ശേഷം. ആ അലിഫിനെ മാറ്റി വാവാക്കുകയാണ് ചെയ്യുന്നത്, ഫൂഇല എന്നാവുന്നത്. അങ്ങനെ ലമ്മിന്റെ ശേഷം അലിഫ് വന്നാൽ അതിനെ വാവാക്കി മാറ്റും. കാത്തല, കൂത്തില എന്നൊക്കെ പറയുന്നത്. ഇതാണ് അലിഫിനെ വാവാക്കുന്ന സ്ഥലം. ഒന്നാണ്. ഓരോന്നും ഇങ്ങനെ ഓർത്ത് വേണം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
അലിഫിനെ വാവാക്കുന്നത്. ഓരോ സ്ലൈഡും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് പോകണം. ഓക്കെ. രണ്ടാമത്തത് യാഇനെ വാവാക്കുന്ന സ്ഥലം. ഇദാ വഖഅത്തിൽ യാഉ സാകിനതൻ ബഅദ ലമ്മിൻ തുക്രബു വാവൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലമ്മിന്റെ ശേഷം യാ സാക്കിനായിട്ട് വന്നു കഴിഞ്ഞാൽ, അവിടെ സാക്കിനാവണമെന്ന കണ്ടീഷൻ ഉണ്ട്. ലമ്മിന്റെ ശേഷം യാ സാക്കിനായി വന്നാൽ വാവാക്കി മാറ്റും. ലമ്മിന്റെ ശേഷം സാക്കിനായ യാ വന്നാൽ ആ യാഇനെ മാറ്റി വാവാക്കും. യാഇനെ വാവാക്കുന്ന സ്ഥലമാണല്ലോ പറയുന്നത്. ഇപ്പൊ ഇതുപോലെ ഐസറ എന്നത് യസറ എന്നതിന്റെ അഫ്അല വസ്നാണ് ഐസറ. അഫ്അലയുടെ ഇസ്മു ഫായിൽ അഫ്അല യുഫ്ഇലു ഇഫ്ആൽ ഫഹുവ മുഫ്ഇൽ. മുഫ്ഇൽ എന്നാണ് ഇസ്മു ഫായിൽ വരിക. അപ്പൊ ഐസറ യുയിസിർ ഈസാറൻ ഫഹുവ മുയ്സിർ. മുയ്സിർ എന്നാണ് ഇസ്മു ഫായിൽ വരേണ്ടത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് മുയ്സിർ എന്ന്. ഇവിടെ ലമ്മിന് ശേഷം യാ സാക്കിനായി വന്നു മുയ് എന്ന്, മീമിന് ലമ്മാണ്, യാ സുക്കൂനായി വന്നു. അവിടെ എന്ത് ചെയ്തു? യാഇനെ മാറ്റി വാവാക്കിയിട്ട് മൂസിർ എന്ന് പറയുന്നു. അങ്ങനെ ലമ്മിന്റെ ശേഷം യാ സാക്കിനായി വന്നാൽ അതിനെ വാവാക്കി മാറ്റും. ഐക്കന അതേപോലെ തന്നെ യഖന എന്നതിന്റെ അഫ്അല വസനാണ് ഐക്കന. അപ്പൊ ഐക്കന യൂക്കിനു ഈക്കാനും പോകും മുയിക്കിനു എന്നാണ് അസിൽ ഉണ്ടാവുക. പക്ഷെ മുയിക്കിനു എന്നത് ലമ്മിന്റെ ശേഷം യാ സാക്കിനായി വന്നുകൊണ്ട് വാവ. സ്ക്രീന് പോയിട്ടൊന്നുമില്ല, ഞാൻ രണ്ട് ഇതിൽ കാണുന്നുണ്ട്. നിങ്ങളൊന്ന് ലെഫ്റ്റ് അടിച്ച് വന്നു നോക്കുക. ഇതാണ് രണ്ടാമത്തെ സ്ഥലം. യാഇനെ വാവാക്കുന്ന സ്ഥലമാണ് പറഞ്ഞത്. ഓക്കെ ആണോ? ഒരുപാട് പഠിക്കാന്നുള്ളതല്ല, ഓരോന്നും ക്ലിയർ ചെയ്ത് പോവാന്നുള്ളതാണ്. ഞാൻ അതാണ് ശ്രദ്ധിക്കാറുള്ളത്. ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്രോഫോൺ ആക്കി ചോദിക്കണം. ഇനി മൂന്നാമത് വാവിനെ യാ ആക്കുന്ന സ്ഥലം. വാവിനെ യാ ആക്കുന്നത്, ഇപ്പം പഠിച്ച യാഇനെ വാവാക്കുന്നത് നേരെ ആക്സ്. അത് ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്നാമത്തത് വാവും യാവും ഒരേ പദത്തിൽ ഒരുമിച്ച് കൂടി. ഒന്നാമത്തത് സുക്കൂനുള്ളതായി. വാവും യാവും ഒരുമിച്ച് വന്നു ഒരു പദത്തിൽ. അതിൽ ആദ്യത്തത് വാവാവട്ടെ യാവാവട്ടെ അത് സുക്കൂനുള്ളതായി കഴിഞ്ഞാൽ അവിടെ വാവിനെ മാറ്റി യാ ആക്കൽ നിർബന്ധമാണ്. ഏതുപോലെ സാദ എന്നതിന്റെ സാദ നേതാവാവുക, അതല്ല സാദ യസൂദ്, അതിന്റെ ഫൈഇൽ വസ്നാണ് സെയ്വിദ്. സെയ്വിദ് സാദ എന്നതിന്റെ ഫൈഇൽ വസ്നാണ് സെയ്വിദ്. ഫൈഇൽ സെയ്വിദ് എന്ന സ്ഥലത്ത് എന്ത് സംഭവിച്ചു? യാവും വാവും ഒരേ കലിമത്തിൽ വന്നു. ഒന്നാമത്തത് യാ ആണ്, അത് സുക്കൂനായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള വാവിനെ മാറ്റി യാ ആക്കി. പിന്നെ ഇദ്ഗാം ചെയ്താണ് സേ ഈ ഇത് നാക്കിയിട്ട് ഇദ്ഗാം ചെയ്തപ്പോ സെയ്യിദ് എന്നായി. അപ്പൊ സെയ്യിദിന്റെ അസില് സെയ്വിദ് എന്നാണ്, അതിന്റെ മാളി സാദ എന്നാണ്. സാദയുടെ ഫൈഇൽ വസ്നാണ് സെയ്വിദ്. അത് ഒരുമിച്ച് യാവും വാവും വരികയും ആദ്യത്തത് സാക്കിനായപ്പോൾ വാവിനെ മാറ്റി യാ ആക്കിയതാണ്. അങ്ങനെയാണ് സെയ്യിദായത്. അതുപോലെ തന്നെയാണ് മയ്യിത്തു. മാത്ത എന്നതിന്റെ ഫൈഇൽ വസ്നാണ് മൈവിത്ത്. മൈവിത്ത് എന്ന് വന്നപ്പോ എന്ത് ചെയ്തു? അവിടെയും യാവും വാവും വന്ന് ആദ്യത്തെ സുക്കൂനായപ്പോൾ വാവിനെ മാറ്റി യാ ആക്കി ഇദ്ഗാം ചെയ്തു, മയ്യിത്ത് എന്നാക്കി. ഇതാണ് വാവിനെ യാ ആക്കുന്ന ഒന്നാമത്തെ സ്ഥലം. രണ്ട്, കെസറിന്റെ ശേഷം വാവ് സാക്കിനായിട്ട് വന്നാൽ, ഇതാ വഖഅത്തിൽ വാവ് സാക്കിനതൻ ബഅദ കെസറി. കെസറിന്റെ ശേഷം വാവ് സാക്കിനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വാവിനെയും യാ ആക്കി മാറ്റും. ഇപ്പൊ ഔജദ, വജദ എന്നതിന്റെ അഫ്അല വസ്നാണ് ഔജദ. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ഔജദ യൂജിദു ഇവ്ജാദ് എന്നാണ് അസിലുണ്ടാകുക. ഔജദ യുജിദു ഇവ്ജാദ്, അഫ്അല യുഫ്ഇലു ഇഫ്ആൽ. ഇവ്ജാദ് ബ്രാക്കറ്റ് കൊടുത്തതുപോലെ അവിടെ ഈ എന്നതിന് കെസർ വന്നു. കെസറിന് ശേഷം വാവ് സാക്കിനായി വന്നു. അങ്ങനെ വാവ് സാക്കിനായി കെസറിന്റെ ശേഷം വന്നപ്പോൾ വാവിനെ മറച്ച് യാ ആക്കി ഈജാദ് എന്നാക്കി. വസന, വസനയുടെ മിവ്സാന്, മിഫ്ആൽ വസന് മിവ്സാനാണ്. മിവ്സാൻ എന്ന് വന്നപ്പം അവിടെയും മീമിന് കെസറാണ്, വാവിന് സുക്കൂനാണ്. കെസറിന് ശേഷം വാവ് സാക്കിനായി വന്നപ്പോൾ മീസാൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ സാക്കിനായ വാവ് കെസറിന്റെ ശേഷം വന്നു കഴിഞ്ഞാൽ, കെസറിന്റെ ശേഷം സാക്കിനായ വാവ് വന്നു കഴിഞ്ഞാലും ആ വാവിനെ മാറ്റി യാ ആക്കണം. ഇത് രണ്ടാമത്തെ സ്ഥലമാണ് വാവിനെ യാ ആക്കൽ. മൂന്നാമതൊരു സ്ഥലവും കൂടി ഉണ്ട്. ഇതാ വാക്കായത്തിൽ വാവ് മുത്തതരിഫത്തൻ ബഅദ കെസർ. കെസറിന്റെ ശേഷം തൊറഫിൽ വന്നാൽ, തൊറഫിൽ എന്നാൽ ഒരു അറ്റത്ത് വരിക, അവസാനം വരിക. അവിടെ സാക്കിനാവണമെന്ന് കണ്ടീഷനിൽ, അതാണ് വ്യത്യാസം. അവസാനത്തിൽ കെസറിന്റെ ശേഷം വാവ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അദാ യഇദു എന്നാണ്. അദാ യഇദു ഒരു മാളിയുടെ മുളാരിയാണ്.
ഇതിന്റെ ഇസ്മു ഫായിൽ എടുക്കുമ്പോൾ ആദിവ് എന്നുണ്ടാവും. ആദിവ് ഫായിൽ വസനാക്കും ആദിവ്. പക്ഷെ ആദി എന്നാണ് പറയാ. എന്തുകൊണ്ട്? വാവ് തുറഫിൽ വന്നു, മുമ്പ് കസ്റുമായി. സമാ യസ്മു, സമ എന്നത് മാളിയാണ്, അതിന്റെ മുലാരിയാണ് യസ്മു, അപ്പൊ അത് വാവാണ്. അതിന്റെ ഇസ്മു ഫായിൽ സാമു എന്നല്ല സാമി എന്നാണ്. കറക്റ്റ് സാമിവ് എന്നാണ് അസിൽ ഉണ്ടാവുക. ഇവിടെയും വാവ് തുറഫിൽ വന്ന് മുമ്പ് കസ്റായപ്പോൾ അത് വാവിനെ മറിച്ച് യാ ആക്കി. ഈ 3 സ്ഥലങ്ങളാണ് വാവിനെ യാ ആക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി 4-മത്തെയാണ് വാവിനെയും യാഇനെയും ഹംസയാക്കുന്ന സ്ഥലം. വാവും യാവും മാറ്റി ഹംസയാക്കുന്നത്. അതിലൊന്ന്, വാവും യാവും സായിദയായ അലിഫിന്റെ ശേഷം അവസാനത്തിൽ വന്നു കഴിഞ്ഞാൽ, വാവും യാവും സായിദയായ അലിഫിന് ശേഷം അവസാനത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ സായിദ അലിഫ് വന്ന് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അലിഫ് വന്നു, അതിനുശേഷം അവസാനത്തിൽ വാവോ അല്ലെങ്കിൽ യാവോ വന്നാൽ അതിനെ ഹംസയാക്കൽ നിർബന്ധമാണ്. ഇപ്പൊ ഉദാഹരണം പറയാം, ദഅവ, ദഅയദു, ദഅവ, അതിന്റെ ദുആ എന്നാ നമ്മൾ പറയാം. ദുആ പ്രാർത്ഥന. കറക്റ്റ് ദഅയദു എന്നത് വാവാണ്. അപ്പൊ ദുആവ് എന്നാണ് വേണ്ടത്. ദുആവ് എന്നാണ് വേണ്ടത്. ഇവിടെ എന്ത് സംഭവിച്ചു? ദുആവ് എന്ന് അവസാനത്തിൽ വാവ് വന്നു, മുമ്പ് അലിഫ് സായിദയായ അലിഫും വന്നപ്പോൾ ആ വാവിനെ മാറ്റി ദുആ എന്നാക്കിയതാണ്. ഇതുപോലെ തന്നെയാണ് ഖലാ. ഖലായി എന്നാണ്, അവിടെ യാ ആണ്, ദുആവിൽ വാവാണ്. ആ വ്യത്യാസമുള്ളൂ. ഖലായി എന്നാണ്, അവിടെ യാ തുറഫിൽ വന്നു, മുമ്പ് സായിദ അലിഫ്. അപ്പൊ സായിദയായ അലിഫിന്റെ ശേഷം അവസാനത്തിൽ വാവോ യാഓ വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റി ഹംസയാക്കണം. ദുആ, ഖലാ എന്നൊക്കെ അങ്ങനെയാണ്. ഇതാണ് വാവിനെയും യാഇനെയും ഹംസയാക്കി മാറ്റുന്ന 1-മത്തെ സ്ഥലം. 2, അജൂഫായ ഫിഅലിന്റെ ഇസ്മു ഫാഇലിൽ എന്ത് ചെയ്യും? അതിന്റെ വാവിനെയും യാഇനെയും മാറ്റി ഹംസയാക്കും. എന്താ അജൂഫായ ഫിഅൽ എന്ന് പറഞ്ഞാൽ? മധ്യാക്ഷരം സുക്കൂനുള്ള, അല്ലെ? മിസാല്, അജൂഫ്, നാഖിസ്, ലഫീഫ്, മഫ്റൂഖ്, ലഫീഫ്, മക്റൂന് ഒക്കെ ഉള്ള മുഅ്തല്ലായ ഫിഅലിന് 5 ഇനങ്ങൾ. അപ്പൊ അതിൽ അജൂഫ് എന്ന് പറഞ്ഞാൽ മധ്യ അക്ഷരം സുക്കൂനുള്ള കാല, ബ, അന, മഹ, ഫ പോലെയുള്ള ഫിഅലുകളാണ് അജൂഫ് എന്ന് പറയാം. ഇതിന്റെ ഇസ്മു ഫായിലാക്കിയാൽ, ഇസ്മു ഫായിൽ ഫായിൽ വസനാണ്. ആ ഇസ്മു ഫായിൽ മധ്യത്തിൽ വരുന്ന യാഇനെയും വാവിനെയും ഹംസയാക്കി പറയും. കാല എന്നുള്ളത് കാവിൽ എന്ന അസിലുണ്ടാവും, പക്ഷെ കായിൽ എന്നാണ് പറയാ. കാല യഖൂലു, കാലയുടെ അസിൽ വാവാണല്ലോ. അപ്പൊ കാവിൽ എന്നാണ് വരേണ്ടത്, കായിൽ എന്നാണ് പറയാ. ബായി എന്നാണ് വരേണ്ടത്, ബായി എന്നാണ് പറയാ. ഇങ്ങനെ അജൂഫ, ബാ അജൂഫ ഫീലാണ്, കാല അജൂഫ ഫീലാണ്, കാല വാവാണ്, ബാ യാ ആണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. ഏതായാലും ആ അജൂഫ ഫീല് അതിന് ഇസ്മു ഫായിൽ എടുക്കുന്ന സമയത്ത് ആ വാവിനെയും യാഇനെയും ഒക്കെ ഹംസയാക്കി പറയും. ഇതാണ് വാവിനെയും യാഇനെയും ഹംസയാക്കുന്ന 2-മത്തെ സ്ഥലം. മറ്റൊന്ന്, ഹർഫുൽ മദ്ദി സായിദ് ഫി മുഫ്രദി മുഅന്നസ് യുഖ്ലബു ഹംസതൻ ഇദാ വഖഅത് ഫിൽ ജംഇ ബഅദ അലിഫി സിയാത്തിൽ മുൻതഹജ്. മുഫ്രദ് മുഅന്നസിൽ സായിദയായിട്ട് നീട്ടാൻ വരുന്ന മദ്ദിന്റെ അക്ഷരം അസിലിൽ വരുന്നതല്ല എന്നത്, സായിദയായിട്ട് വരുന്ന നീട്ടാൻ വേണ്ടി വരുന്ന യാഓ വാവോ ഉണ്ടാവും. അത് ജമ്മാക്കുന്ന സമയത്ത് മുൻതഹൽ ജമി, ജമ്മു തക്സീറിന്റെ ഇനമാണല്ലോ മുൻതഹൽ ജമ്മു. ജമ്മു തക്സീർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ജമ്മു തക്സീർ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ജമ്മു തക്സീർ എന്താ? ജമ്മു തക്സീർ എന്ന് പറഞ്ഞ ആയിഷ പറയൂ, എല്ലാരും കൂടി പറയാം. ആയിഷ പറയൂ, പറയൂ. ജമ്മു തക്സീർ അല്ലേ? ജമ്മു തക്സീർ എന്ന് പറഞ്ഞാൽ അതിന്റെ അസല് തന്നെ അങ്ങനെ മാറി, ടോട്ടലായിട്ട് മാറി വേറെ രൂപത്തിൽ വരണതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് സാദിഖെന്ന് പറയുന്ന അസ്തികാവെന്ന് മാറണല്ലേ, അങ്ങനെ അങ്ങനെ മാറുന്നതാണ് ജമ്മു തക്സീർ. മുഫ്രദിന്റെ രൂപത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നതിനാണ് ജമ്മു തക്സീർ. 2 രൂപത്തിലാണ് ജമ്മുള്ളത്, സാലിമ്, തക്സീർ. സാലിം 2ആയിട്ട് തിരിയും, ജമ്മു മുഅന്നസ് സാലിം, മുദക്കർ സാലിം. അതായത് മുഫ്രദിന്റെ രൂപത്തിൽ മാറ്റം ഉണ്ടാവില്ല, അഡീഷണൽ ആയിട്ട് മറ്റെന്തെങ്കിലും ചേരുകയുള്ളൂ. എന്തെങ്കിലും രൂപത്തിൽ മാറ്റം വരികയാണെങ്കിൽ അത് പല മാറ്റവും ആവാം.
ചിലപ്പോൾ ഒരു ഹർക്കത്ത് ഒരു അക്ഷരം കുറയും, ചിലപ്പോൾ ഒരു അക്ഷരം കൂടും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും സംഭവിക്കും. അങ്ങനെ മുഫ്രദിന്റെ രൂപത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിന് ജമ്മു തക്സീർ എന്ന് പറയാം. ജമ്മു തക്സീറിൽ അലിഫ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അലിഫ് വരും, റിജാല് അവിടെ ഒരു അലിഫ് കൂടുക ചെയ്തു. അങ്ങനെ അലിഫ് വന്നു കഴിഞ്ഞാൽ ആ അലിഫിന്റെ ശേഷം രണ്ടക്ഷരം വരിക, അല്ലെ രണ്ടിൽ കൂടുതൽ മൂന്നക്ഷരം വരിക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ജമ്മിനാണ് മുൻതഹൽ ജമ്മ് എന്ന് പറയാം. ഉദാഹരണം പറയാ, മസ്ജിദ് മസാജിദ് അതൊരു മുൻതഹൽ ജമ്മാണ്. മക്തബ് മക്കാത്തിബ് അതൊരു മുൻതഹൽ ജമ്മാണ്. ഉസ്ഫൂർ അസാഫീർ അതൊരു മുൻതഹൽ ജമ്മാണ്. അങ്ങനെ വരുന്ന മുൻതഹൽ ജമ്മ് എന്ന് പറയാം. ആ രൂപത്തിൽ ജമ്മിൽ വരികയും ചെയ്താൽ അവിടെ വാവിനെയും വാവിനെയും ഹംസയാക്കും. മുഫ്രദിൽ അത് അസ്ലി ആയതല്ല, സായിദി ആയിട്ട് വന്നതാണ്. ജമ്മാക്കുമ്പോ മുൻതഹൽ ജമ്മിന്റെ അലിഫിന്റെ ശേഷം ഉദാഹരണം പറയും മനസ്സിലാവും. സ്വഹീഫത്ത്, സഹുഫ എന്നാണ് ഫീലുള്ളത്, അഡീഷണൽ ആണ്, സായിദയാണ്. അപ്പൊ സ്വഹീഫത്ത് എന്നത് ജമ്മാക്കുമ്പോ സ്വഹായിഫ്, ആ അലിഫിന്റെ ശേഷമാണ് യാ വന്നത്. അവിടെ എന്ത് ചെയ്യും? സ്വഹായിഫ് എന്ന് പറയും. ലറൂറത്ത് ലറാവിർ എന്നാണ് വേണ്ടത്, ലറായിർ എന്ന് പറയും. കാരണം അതിനെ ജമ്മാക്കും മുൻതഹൽ ജമ്മായ അലിഫിന്റെ ശേഷമാണ് ആ വാവ് വരുന്നത്. അങ്ങനെ മുൻതഹൽ ജമ്മിൽ അലിഫിന് ശേഷം ആ വാവോ യാ വന്നു കഴിഞ്ഞാൽ അതിനെയും ഹംസയാക്കും. ഇങ്ങനെ 3 സ്ഥലത്താണ് വാവിനെയും യാഇനെയും ഹംസയാക്കേണ്ടത്. എനി ഡൗട്ട്? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വാവിനെയും യാഇനെയും അലിഫാക്കുന്നത്. വാവും യാവും എവിടെയാണ് അലിഫായിട്ട് മാറുന്നത്? ഇതാ തഹറക്കത്തിൽ വാവു വൽ യാഉ വകാന മാ ഖബ്ലഹുമാ മഫ്തൂഹൻ തുകലബാനി അലിഫൻ. വാവും യാവും ഹർക്കത്തുള്ളതായി അതിന്റെ മാക്കബിൽ തൊട്ട് മുമ്പ് ഫത്തഹും വന്ന് ഫത്തഹിന് ശേഷം വാവോ യാഓ ഹർക്കത്തുള്ളതായിട്ട് വന്നാൽ ആ വാവിനെയും യാഇനെയും അലിഫാക്കി മാറ്റൽ നിർബന്ധമാണ്. ഏതുപോലെ കാല എന്നതിന്റെ അസുല് കവല എന്നാണ്. ഫഅലയല്ലേ, ഫഅലയാണല്ലോ മാദി വരിക. ഫഅല എന്നോ ഫഇല എന്നോ ഫഉല എന്നോ ആണല്ലോ സുലാസി മുജറദ് വരുമാവ്. അപ്പൊ കവല എന്നാണ് ഉണ്ടാവുക. അവിടെ വാവ് ഹർക്കത്തുള്ളതായി മുമ്പ് ക എന്നതിന് ഫത്ഹായപ്പോൾ കാല എന്ന അലിഫാക്കി. ദഅവ എന്നുണ്ടാവുക, ദഅ അവിടെ വാവ് ഹർക്കത്തുണ്ട്, മുമ്പ് ഫത്ഹായപ്പോൾ ദഅ നാക്കി. ബയ എന്നുണ്ടാവുക, അവിടെ യാ ഹർക്കത്തുള്ളതായി ബാ നാക്കി. റമയ എന്നുണ്ടാവുക, റമാനാക്കി. ഇങ്ങനെ യാ ഓ വാവോ ഹർക്കത്തുള്ളതും മാക്കബിൽ തൊട്ട് മുമ്പ് വന്നതും, മാക്കബിൽ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള അക്ഷരം മഫ്തൂഹുമാണെങ്കിൽ അവിടെ വാവിനെയും യാഇനെയും അലിഫാക്കൽ നിർബന്ധമാണ്. ഇതാണ് വാവും യാവും അലിഫാക്കുന്ന സ്ഥലം. 5 പഠിച്ചു. ഇനി മറ്റൊന്ന്, വാവിനെയും യാഇനെയും താ ആക്കുന്നത്. വാവോ അല്ലെങ്കിൽ യാഓ താ ആക്കുന്നത് ഇവിടെയാണ്. ഇത് ഇഫ്തഅല വസിന്റെ പ്രത്യേകതയാണ്. ഇഫ്തഅല വസിനിൽ അതിന്റെ ഫാഇന്റെ സ്ഥാനത്ത് വരുന്നത് വാവോ യാഓ ആണെങ്കിൽ, ഫാഇന്റെ സ്ഥാനത്ത് ഇഫ്തഅല വരിക എന്ന് പറഞ്ഞാൽ മിസാലായ ഫിഅലിനെ ഇഫ്തഅലയാക്കിയാൽ എന്നർത്ഥം അല്ലേ? മിസാലായ ഫിഅൽ പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരം ഇല്ലത്തിന്റെ വരുന്ന വാഅദ പോലെയാണല്ലോ. വാഅദ എന്നത് വാവ് ഇല്ലത്തിൻ്റെതാണ്, മിസാലാണ്. അതിനെന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ്തഅല വസനാക്കി കഴിഞ്ഞാൽ ഫാഇന്റെ സ്ഥാനത്ത് വാവ് വരും, അല്ലെ യാ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വാവിനെ അല്ലെങ്കിൽ യാഇനെ താ ആക്കൽ നിർബന്ധമാണ്. വസല ഒരു മിസാലായ ഫീലാണ്. വസലെ ഇഫ്തഅല വസനാക്കിയാൽ കറക്റ്റ് ഇവ്തസല എന്നുണ്ടായ, ഇവ്തസല. അവിടെ എന്ത് ചെയ്തു? ഫാഇന്റെ സ്ഥാനത്ത് വാവ് വന്നു. അപ്പൊ വാവിനെ മാറ്റി താ ആക്കി, എന്നിട്ട് ഇദ്ഗാം ചെയ്ത് ഇത്തസ്വല എന്നാണ് പറയുക. അപ്പൊ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പദമാണ് ഇത്തിസാൽ അല്ലെ? കണക്ട് ഫോണിലൊക്കെ ബന്ധപ്പെടുന്ന ഇത്തിസാലാണ്. ഇത്തസൽ തുബിക്. അവിടെ ഇത്തസൽ ഏത് വസനാന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടുപോവുകയാണ്. ഇവ്തസല ഇഫ്തഅല വസനാണ്, അസ്ലി ഇവ്തസല എന്നാണ്. യസറ അത് യാ വന്നതിനാണ് ഈതസറ എന്നാണ് അസ്ൽ ഉണ്ടാവുക, ഇത്തസറ എന്നാവും. യാ വന്നപ്പോ യാഇനെ മാറ്റി താ ആക്കി തായിലിദാം ചെയ്തു. ഇങ്ങനെ ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വാവോ യാഓ വന്നാൽ അതിനെ താ ആക്കൽ നിർബന്ധമാണ്. ക്ലിയർ? അങ്ങനെ കുറെ ഫീലുകളൊക്കെ ചെയ്തു വെക്കുക. ഇനി താഇനെ ദാലാക്കുന്നതാണ്.
താഇനെ മാറ്റി ദാലാക്കുന്നത്. ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വരുന്നു ഇവിടെ. ഇദാ വഖഅ താഉൽ ഇഫ്തിആൽ ബഅദ ദാൽ ഔ സായ് വദാൽ, ഫാഇന്റെ സ്ഥാനത്ത് വരുന്നത് ദാലോ സായോ ദാലോ, ദാല് അല്ലെ പുല്ലദാല് അല്ലെങ്കിൽ സായി, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു അക്ഷരാണ് ഫാഇന്റെ സ്ഥാനത്ത് വന്നത്. നേരത്തെ വാവോ യാവോ പറഞ്ഞതുപോലെ ഇത് വന്നത് ദാലോ ദാലോ സായോ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ശേഷമുള്ള താഇനെ ദാലാക്കും. നിർബന്ധമാണ്, ശേഷമുള്ള താഇനെ ദാലാക്കും. ഏതുപോലെ ദഫഅ, ദഫഅ എന്നതിനെ ഇഫ്താലാക്കിയാൽ ഇത് തഫഅ എന്നുണ്ടാവും. ഇത് തഫഅ. ഇവിടെ എന്ത് സംഭവിച്ചു? ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വന്നത് ദാലായി. അപ്പൊ പഠിച്ച നിയമം എന്താ? ദാലോ ദാലോ സായോ ആണെങ്കിൽ ശേഷമുള്ള താഇനെ ദാലാക്കണം. നമ്മൾ താഇനെ ദാലാക്കുന്ന പഠിച്ചത് തന്നെ. അപ്പൊ ശേഷമുള്ള താഇനെ ദാലാക്കുമ്പോ ഇത് ദഫഅ എന്നായി. താഇനെ മാറ്റി ദാലാക്കും, അപ്പൊ ഇത് എന്ന് വരും, താഉം ദാലായി. പിന്നെ ഇദ്ഗാം ചെയ്തു, ഇദ്ദഫഅ എന്ന് പറയും. അപ്പൊ ഇദ്ദഫഅ എന്നുള്ളത് ഇഫ്തഅല വസ്നാണ്, ദഫഅ എന്നതിന്റെ ഇഫ്തഅല വസ്നാണ് ഇത് ദഫഅ എന്നുള്ളത്. അസ്ല് ഇത് ദഫഅ എന്നുണ്ടാവും. ഇപ്പൊ സഹറ, ഇസ് തഹറ എന്നാണ് സഹറ എന്നതിന്റെ ഇഫ്തഅല വസ്ന്. ഇസ് തഹറ എന്നുള്ളിടത്തിൽ എന്ത് സംഭവിച്ചു? ഫാഇന്റെ സ്ഥാനത്ത് സാ വന്നു. സാ വന്നാലും നമ്മൾ പഠിച്ച നിയമം എന്താണ്? താഇനെ മാറ്റി ദാലാക്കണം. അപ്പൊ ഇസ്തഹറ എന്നാ പറയാ, നമ്മൾ പ്രകാശിക്ക പരിപോഷിക്കാന്ന് ഇസ്തഹറ എന്ന് പറയാല്ലേ, ഇസ്തിഹാർ. ഇസ്തഹറ എന്ന് വേണമെങ്കിൽ അവിടെ ദാലിനെയും ഇദ്ഗാം ചെയ്ത് സായ ആക്കിക്കൊണ്ടും പറയാറുണ്ട്. അത് ഇദ്ഗാമിന്റെ നിയമമാണ്. ഇദ്ഗാം പല രൂപത്തിലുള്ള മുത്തമാസിനി മുത്തജാനിസൈനി, അത് നഹുമായി ബന്ധപ്പെട്ടല്ല. നമ്മളെ നിയമം എന്താ? അവിടെ ദാലാക്കി മാറ്റൽ നിർബന്ധമാണ്. ഇസ്തഹറ. ഇദ്ഗാമും കൂടി ചെയ്തപ്പോ ഇസ്സഹറ എന്നും പറയാറുണ്ട്. അതുപോലെ ദക്കറ, ദക്കറ എന്നുള്ളത് ഇത് തെക്കറ എന്നാണ്ടാവുക ഇഫ്താലാക്കുമ്പോൾ. ഇവിടെ ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാല് വന്നു, അപ്പോഴും താഇനെ മാറ്റി ദാലാക്കണം. അപ്പൊ ഇത് ദക്കറ എന്ന് പറയും. ഇനി അങ്ങനെ അവിടെ രണ്ട് രൂപത്തിൽ ഇദ്ഗാം ചെയ്ത് പറയാറുണ്ട്. ഇദ്ദക്കറാന്ന് ദാലിലേക്ക് ഇദ്ഗാം ചെയ്തും പറയും, ഇദ്ദക്കറാന്ന് തിരിച്ച് ദാലും ദാലിനോട് ഇദ്ഗാം ചെയ്തും പറയാറുണ്ട്. രണ്ട് രൂപത്തിലും പ്രയോഗമുണ്ട് അവിടെ. അപ്പൊ ഇത് ദക്കറ, വദ്ദക്കറ യൂസുഫ് എന്ന ഖുർആനിൽ വന്ന് ഇദ്ദക്കറാന്ന്. ഇദ്ദക്കറയുടെ അസ്ലി ഇത് തക്കറ എന്നാണ്, ഇഫ്തഅല വസ്നാണ് ദക്കറയുടെ. ഇങ്ങനെ ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാലോ സായോ ദാലോ വന്നു കഴിഞ്ഞാൽ ശേഷമുള്ള താഇനെ ദാലാക്കൽ നിർബന്ധമാണ്. ഇതാണ് താഇനെ ദാലാക്കുന്ന സ്ഥലം. എനി ഡൗട്ട്? ചോദിക്കുമ്പോ ഇത് തഹറ എന്നാ എഴുതണ്ടേ? എങ്ങനെ അസുല് ചോദിക്കുമ്പോ ഇത് തഹറ എന്ന് എഴുതണ്ടേ? ആ അസുല് ഇസ് തഹറ എന്നാണ്. അസുല് ചോദിക്കും, വസ്ന് ചോദിച്ചാൽ ഇഫ്തഅലയുമാണ്. സാർ ഇവിടെ തക്കല്ലുബു ദാലെന്ന് അങ്ങനെ കാണില്ലല്ലോ കായിദയില്. മനസ്സിലായി? തായിനെ ദാലാക്കി മാറ്റണം എന്ന് പറഞ്ഞില്ലേ? അതെ. അപ്പൊ തക്കല്ലുബു താന്നല്ലേ ലാസ്റ്റ്? അതിന്റെ താഴെ വരിയിൽ ബാക്കി മോളെ തുക്കുലബു താഉ ദാലെന്ന് താഴെയും കൂടി കണ്ടില്ലേ? അടുത്ത വരിയിലായി പോയെന്നുള്ളൂ. ആ കണ്ടില്ലേ? ദഫഅ തായിന്റെ താഴെ വരുന്നത്. തുക്കുലബു താഉ ദാലൻ. ഓക്കെ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും വരാറുള്ളത്. ഈ രൂപത്തിൽ ചോദ്യം വരുമ്പോൾ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഇനി താഇനെ ത്വാ ആക്കുന്നത്, ഇതേ ഇഫ്താലക്കാണ് കുറെ പ്രശ്നങ്ങൾ. ഇഫ്തഅലയുടെ താഇനെ ദാലാക്കുന്ന പഠിച്ചത്. ഇനി താഇനെ ത്വാ ആക്കി മാറ്റുന്നത് എപ്പോഴാ നോക്കാം? ഇതുപോലെ തന്നെ ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വരുന്നത്, ഫാഇന്റെ സ്ഥാനത്ത് വാവോ യാഹോ വന്നാൽ നമ്മൾ പറഞ്ഞു, പിന്നെ ദാലോ ദാലോ സായോ വന്നാലുള്ളത് പറഞ്ഞു. ഇനി ഫാഇന്റെ സ്ഥാനത്ത് സ്വാദ് വാദ് ത്വാ ലാഹ്, ഈ നാലക്ഷരങ്ങൾ ഏതെങ്കിലും സ്വാദ് ലാദ് ത്വാ ലാഹ്, ഈ നാലിൽ ഏതെങ്കിലും ഒന്ന് ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വന്നാൽ ശേഷമുള്ള താഇനെ ത്വാ ആക്കും. നേരത്തെ ദാലാക്കുന്ന ഞാൻ പറഞ്ഞത് ഇവിടെ ത്വാ ആക്കി മാറ്റും. ഏതുപോലെ സ്വബറ, സ്വബറയുടെ ഇഫ്താല ഇസു തബറ എന്നുണ്ടാകാം. ഇസു തബറ അങ്ങനെ ഇഫ്താലാക്കുക. ഇസു തബറ എന്ത് ചെയ്തു? ഫാഇന്റെ സ്ഥാനത്ത് സ്വാദ് വന്നു, അപ്പൊ ശേഷമുള്ള താഇനെ ത്വാ ആക്കി ഇസ്ത്വബറ, ഇസ്ത്വബറ എന്നാക്കി. അല്ലെ, നമ്മൾ എപ്പോഴും പഠിക്കുന്ന പദാണ് ഇസ്തിലാഹ്, ലുഗത്തൻ വസ്തിലാഹൻ. അല്ലെ, ഇസ്തിലാഹ് എന്ന് പറഞ്ഞാൽ ഏത് വസ്ന?
പറഞ്ഞോളൂ. ഈ പറഞ്ഞ പറയൂ, ആയിഷ പറയൂ. അല്ലാതെ യൂത്തസല അങ്ങനെ പറഞ്ഞല്ലേ? ഇസ്തിലാഹ് എന്നത് ഏത് വസ്നാണ്? അസുൽ എന്താ? യൂത്തസലല്ലേ ഇത്തിസാൽ? ഇസ്തിലാഹോ? പറയൂ. ഇഫ്തിയാൽ വസിൽ ഓക്കെ, ആരൊന്ന് പറഞ്ഞു, ഒരാൾ അയച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ നിയമം സ്വലുഹ എന്ന ഫിഅലാണ്. സ്വലുഹയുടെ ഇഫ്താലാണ് ഈസു തലഹ. അവിടെയും ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ഇപ്പൊ സ്വബറ പറഞ്ഞതുപോലെ സ്വാദായപ്പോ താഇനെ ത്വാ ആക്കി ഇസ്തലഹ എന്നാക്കി. അതിന്റെ മസ്തറാണ് ഇസ്തിലാഹ്. ഇസ്തലഹ യസ്തലു ഇസ്തിലാഹ്. അപ്പൊ വസലയല്ല, അത് ഇത്തസല എന്നാക്കിയതല്ലേ. ഇദ്ഗാം ചെയ്തുകൊണ്ട് വാവിനെ താ ആക്കി തായിലേക്ക് ഇദ്ഗാം ചെയ്താലേ. ഇത് താഇനെ ത്വാ ആക്കുന്നതല്ലേ. രണ്ടും മാറിപ്പോയത്. ലജഅയുടെ ഇഫ്താല ഇളുത്തജഅ. പക്ഷെ നമ്മൾ എങ്ങനെയാ പറയല്? ഇൽത്തിജാ അല്ലെ, മലർന്ന് കിടക്കാന്നൊക്കെ ഇൽത്തിജാ എന്നല്ലേ പറയല്. ഇതെങ്ങനെ വന്നു? ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വാദ് വന്നപ്പോ തായിനെ ത്വാ ആക്കി ഇൽത്തജഅ എന്ന് പറഞ്ഞു. ത്വഅന കുത്തുക എന്നൊക്കെ ത്വഅന. ഇത്തു ത്വഅന എന്നാണ് ഇഫ്താല വസ്നാക്കുമുണ്ടാകുക. ഇത്വഅന എന്നാ പറയാ. ഇത്ത് ത്വഅന എന്നുള്ള ഫാഇന്റെ സ്ഥാനത്ത് ത്വാ വന്നപ്പോ തായിനെ ത്വാ ആക്കി ഇത് കാണിച്ചു. ഇനി ലലമയുള്ളത് ഇലു തലമ എന്നുണ്ടാവുക. അത് ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ലാഹ് വന്നപ്പോൾ തായിനെ ത്വാക്കി ഇലു ത്വലമ എന്നാക്കി. ഈ ഒരു സ്ഥലത്ത് രണ്ട് രൂപത്തിൽ ഇദ്ഗാം ചെയ്യാൻ പറ്റും. ലാഹിനെ ത്വായിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഇല്ലലമ. ഖുർആനിൽ വന്നില്ല ഇല്ലലം തുന്നൊക്കെ ഖുർആനിൽ വന്ന പദം ഉണ്ടല്ലോ. ഇല്ലലമന്റെ അസല് ഇലു തലമ എന്ന ഇഫ്താല വസനാണത്. അല്ലെ ഇത്വലമാന്ന് തായിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ടും പറയാറുണ്ട് ഇവിടെ ഈ അവസാനത്തതിൽ. അപ്പൊ ഏതായാലും ഇദ്ഗാമിന്റെ നിയമം അത് മറ്റൊന്നാണ്. ഇവിടെ നമ്മുടെ നിയമം ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ഒന്നാമത് പറഞ്ഞ സ്വാദ്, അല്ലെ രണ്ടാമത്തെ ലാദ്, മൂന്നാമത്തെ ത്വാ, നാലാമത്തെ ലാഹ്, അങ്ങനെ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ശേഷമുള്ള താഇനെ ത്വാ ആക്കി മാറ്റൽ നിർബന്ധമാണ്. എനി ഡൗട്ട്? അതും കഴിഞ്ഞു. ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഇതൊക്കെ ഓർമ്മിക്കണേ ഇൻഷാ അല്ലാഹ്. ഇനി മറ്റൊരു ജായിസായ സ്ഥലം പറയാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു സ്ഥലം, കഴിഞ്ഞ പലപ്പോഴും ചോദിക്കുന്ന സ്ഥലം, ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. ഇഫ്തഅലയുടെ ഐനിന്റെ സ്ഥാനത്ത്, ഇതുപോലെ ഫാ അല്ല പറഞ്ഞത്, ഐനിന്റെ സ്ഥാനത്ത് താ ത്വാ സാ ദാല് ദാല് സായ് സീന് ഷീന് സ്വാദ് ലാദ് ത്വാ. ഏതൊക്കെ? താ ത്വാ സാ ദാല് സായ് സീന് ഷീന് സ്വാദ് ലാദ് ത്വാ എന്നീ 11 അക്ഷരമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഐനിന്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണേ. താഇന്റെ ഇഫ്താലയുടെ താഇന്റെ ഹർക്കത്ത് മുമ്പുള്ള ഫായിലേക്ക് മാറ്റാം. താഇന്റെ ഹർക്കത്തിന് മുമ്പുള്ള ഫായിലേക്ക് മാറ്റാം. പറയും. എന്നിട്ട് അതിനെ ഐനിൽ ഇദ്ഗാം ചെയ്യാം. ഒരേ അക്ഷരമാക്കി മാറ്റി ഇദ്ഗാം ചെയ്യാം. എന്നിട്ട് അവിടെ വരുന്ന ഹംസ ഒഴിവാക്കുക. വസ്ലിന്റെ ഹംസ, ഇഫ്താലയില് ആ എന്ന് വരുന്ന ഈ വരുന്ന ഹംസ ഉണ്ട്, അത് ഒഴിവാക്കുക. എന്നിട്ട് കെസ്റ് കൊടുത്തുകൊണ്ട്, ഫാഇന് കെസ്റ് കൊടുത്തുകൊണ്ടും ഫതഹ് കൊടുത്തുകൊണ്ടും പറയാം. അത് ഫഅല എന്നോ ഫിഅല എന്നോ മാറ്റാൻ പറ്റും ഇഫ്തഅലയെ. ആ മാറുന്ന രൂപവും കൂടി ഒന്ന് പറഞ്ഞു തന്നേയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇഫ്തഅല എന്നതിനെ മാറ്റി ഫഅല എന്നാക്കാം, അല്ലെങ്കിൽ ഫിഅല എന്നാക്കാം. ഫഅലയാണെങ്കിൽ അതിന്റെ മുദാരി യഫഇലു എന്നാണ്, ഫിഅലയാണെങ്കിൽ അതിന്റെ മുദാരി യഫിഇലു എന്നാണ് എന്ന് മാറ്റൽ ജായിസാണ്. ഏതുപോലെ ഇഹ്തസമ. ഇവിടെ ഇഹ്തസമ എന്നത് ഇഫ്താല വസനാണ്. അതിന്റെ ഐന്റെ സ്ഥാനത്ത് സ്വാദാണ് വന്നത്. നമ്മൾ 11 അക്ഷരത്തിൽപ്പെട്ട ഒന്നാണ് ഈ സ്വാദ്. സ്വാദാണ് ഐന്റെ സ്ഥാനത്ത് വന്നത്. ഇവിടെ എന്ത് ചെയ്യാൻ നമ്മൾ പഠിച്ച നിയമം? തായിന്റെ ഹർക്കത്തിന് മുമ്പുള്ളതിൽ കൊടുക്കുക. അപ്പൊ എന്താക്കുക? ശ്രദ്ധ കൊടുക്കുക. ആ പറയാം.
അപ്പൊ എന്ത് ചെയ്യാ? ഹാഇന് ഹർക്കത്ത് കൊടുക്കുക. താഇന്റെ ഹർക്കത്തിനെ ഹായിലേക്ക് പോക്കി കഴിഞ്ഞാൽ ഹാഇന് ഹർക്കത്ത് വരും. എന്നിട്ട് ഹംസ ഒഴിവാക്കി. അപ്പൊ ഹത്ത് സമാന്നാവും. ഹാക്ക് ഫത്ത് വന്നോടുക്ക് ഹംസ ഒഴിവാക്കി. ഹാത്ത് സമാനായി. ഇനി എന്ത് ചെയ്യാ? താഇനെ ശേഷമുള്ള ഏതാണോ അക്ഷരം അതാക്കി മാറ്റാം. അപ്പൊ ഹാ സു സമാനായി. തായിന് ശേഷം സ്വാദാണ് വന്നത്. ഇനി ദാലാണെങ്കിൽ ദാലാക്കി, ലാ ആണെങ്കിൽ ഏതാണോ 11 അക്ഷരത്തിൽ ശേഷം വന്ന ഏതാണോ അയിനായിട്ട് വന്ന് അത് അക്ഷരമാക്കി സ്വാദിനെ മാറ്റാം. എന്നിട്ട് ഇദ്ഗാം ചെയ്യാം. അപ്പൊ ഹസ്വമാനായി. അപ്പൊ ഹാ എന്ന് ഫത്ത് കൊടുത്തുകൊണ്ട് ഹസ്വമ എന്നും പറയാം, ഹിസ്സമ എന്നും പറയാം. അപ്പൊ ഇഹ്തസമ എന്നുള്ളതാണ് മാറിയിട്ട് ഹസ്സമ എന്നോ ഹിസ്സമ എന്നോ വന്നത്. ഹസ്സമയുടെ മുലാരി യഹസിമു, ഹിസ്സമയുടെ മുലാരി യഹിസിമു. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. യാസീനിൽ യഹിസിമു എന്ന് വന്നല്ലോ. യഹിസിമൂൻ എന്നത് ഏത് വസനാണ് എന്ന്? അത് ഹിസ്സമ യഹിസിമു എന്നതാണ്. അതിന്റെ വസന് ഇഫ്തഅലയാണ്. ഇതാണ് മറ്റൊരു സ്ഥലം. അപ്പൊ ഇങ്ങനെ മാറ്റാൻ ഏതൊക്കെ? ഈ പറയപ്പെട്ട 11 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഐനിന്റെ സ്ഥാനത്ത് വന്നാൽ ഫഅല എന്നോ ഫിഅല എന്നോ മാറ്റാൻ പറ്റുമെന്നാണ്. ആ മാറ്റുന്ന രൂപം ജായിസാണ്, ജാസാന്നാണ്, നിർബന്ധമൊന്നുമില്ല, അല്ലാതെയും പറയാം. പക്ഷെ അങ്ങനെ മാറ്റൽ ജായിസാണ്. പ്രശ്നം എന്താ അറിയോ? മാറ്റിയ ഒരു പദം കണ്ടാൽ ഇത് മാറിയതാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ നിയമം പഠിക്കണം. അപ്പൊ യഹിസിമൂൻ എന്ന് ഖുർആനിൽ ചോദിച്ചിട്ട് അത് ഏതാ വസന് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ പല ആളുകളും തെറ്റിച്ചിരിക്കുന്നു. ആ യഹിസിമൂൻ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരിക്കലും കിട്ടൂല. ഫഅല യുഫഅലു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് യുഹസിമു എന്ന് വരണോ? അപ്പൊ ആ വസനല്ല. ഇത് ഏത് വസനാന്ന് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ മാറ്റം മാറി വന്നതാണ് എന്ന് മനസ്സിലാക്കിയാലേ കഴിയും. ഒന്നുകൂടെ ഇതിനെ പറയോ? ഒന്നും കൂടെ പറയോ? ഈ പറയപ്പെട്ട 11 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഐനിന്റെ സ്ഥാനത്ത് വന്നാൽ ഇഫ്തഅലയുണ്ട്. ഐനിന്റെ സ്ഥാനത്ത് വന്നാൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഫഅല എന്നോ അല്ലെങ്കിൽ ഫിഅല എന്നോ അതിനെ മാറ്റാൻ പറ്റുമെന്നാണ്. അപ്പൊ ഇഖ്തസമ എന്നുള്ളത് സ്വാദ് വന്നപ്പോൾ ഹസ്സമാനാക്കി അല്ലെങ്കിൽ ഹിസ്സമാനാക്കി. ഇനി വേറെ ഏതെങ്കിലും ഇപ്പൊ നിങ്ങൾ ഇതിൽ വരുന്ന ഒരു അക്ഷരം അവിടെ വരുന്ന ഐന്റെ സ്ഥാനത്ത് വരുന്നത് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനെ അതുപോലെ മാറ്റാൻ പറ്റും. ഇപ്പൊ ദാലൊക്കെ നടുക്ക് വരുന്ന ഒരു പദം കിട്ടിയാൽ ഏതെങ്കിലും ഒരു പദം പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു പദം പറയും. ഈ പറയപ്പെട്ടത് അതിന്റെ സ്ഥാനത്ത് വരുന്ന ഒരു പദം പറയും. അത് ഇഫ്താലാക്കിയാൽ മതി. നടുക്ക് ഈ അക്ഷരം വരുന്ന 3 അക്ഷരമുള്ളതിൽ മധ്യ അക്ഷരം ഇതിൽ ഏതെങ്കിലും ഒന്ന് വരുന്ന ഫെയിലായാൽ മതി. അത് ഇഫ്താലാക്കുക. ഏതെങ്കിലും ഒന്ന് പറയടോ നടുക്ക് വരുന്നേ. ഇൻതളറ വരുവോ? മദഹ ഇല്ലേ സാറേ? മദഹ. മദഹയിൽ എങ്ങനെ പറയും? അതെ, നിങ്ങൾ ആദ്യം 3 അക്ഷരത്തിൽ പറയും, എന്നിട്ട് ഇഫ്താലേക്ക് പോവാം. മദഹ. അതിനെ ഇഫ്താലാക്കുമ്പോ എങ്ങനെ പറയും? കറക്റ്റ് ഇംതദഹ എന്നുണ്ടാവും. അതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? മദ്ദഹ എന്നോ മിദ്ദഹ എന്നോ പറയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നളറ അതല്ല ഇൻതളറ പറഞ്ഞത്. നളറ എന്നത് ഇഫ്താലാക്കിയാൽ ഇൻതളറ എന്ന് പറയും. അതിനെ വേണമെങ്കിൽ നല്ലറ എന്നോ നില്ലറ എന്നോ വേണമെങ്കിൽ മാറ്റാം. മാറിയ രൂപം എങ്ങനെയാണ്? ഇൻതളറ എന്നുള്ളതിൽ അതിന്റെ സ്ഥാനത്ത് വാ ആയതുകൊണ്ട് അതിനെന്ത് ചെയ്തു? ആ ലാഇന്റെ ഹർക്കത്തിന് മുമ്പുള്ള തായിന്റെ ഹർക്കത്തിന് മുമ്പുള്ള നൂന് കൊടുത്തു. എന്നിട്ട് ഹംസ കളഞ്ഞു. എന്നിട്ട് ശേഷം വന്ന തായിനെ ലാ ആക്കി മാറ്റി ഇദ്ഗാം ചെയ്തു. എന്നിട്ട് നാനോ നീനോ പറയും, നല്ലറ എന്നോ അല്ല നില്ലറ. അങ്ങനെ ഏത് മധ്യാക്ഷരം വന്നാലും ഇങ്ങനെ ജായിസാണ്. ബഷറ ആ പറ്റും. ഷീനല്ലേ? അതൊക്കെ പറ്റും. ഫീലാവണം. ആ ഫീലുകൾ ഏത് വന്നാലും ഈ രൂപത്തിൽ വന്നാലാക്കും. ബഷറ ബിഷറ എന്ന് പറയാം. ആ പറ്റുമോ നിങ്ങൾ ചോദിക്കരുത്. നസല നിങ്ങൾ പറഞ്ഞോളൂ. നസല എങ്ങനെ വരും? ഇഫ്താല എന്ന വസനാണ്. നസല എന്നോ നിസല എന്ന് പറയാം. ആ പറയും. ബദ്ദല ബിദ്ദല എന്ന് പറയാം. ഇതിന്റെ അർത്ഥം മാറൂലേ അങ്ങനെ പറഞ്ഞ? ഇല്ല, ഇഫ്താൽ അർത്ഥം വരും. അതേ അർത്ഥം തന്നെ. ആ അർത്ഥമൊന്നും മാറ്റല്ല. നമ്മൾ ഇബ്ദാലല്ലേ പഠിക്കുന്നത്. ഇബ്ദാൽ കൊണ്ട് അർത്ഥം മാറൂല. ഇബ്ദാൽ ഇലാല് കൊണ്ട് അർത്ഥത്തിൽ മാറ്റം വരൂല. പ്രയോഗത്തിലുള്ള മാത്രം മാറ്റം. അപ്പൊ ഇങ്ങനെ ജായിസാണ് എന്ന്. സാർ ഒരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെ ഈ രൂപത്തിൽ ഹസ്സമ അല്ലെ രൂപത്തിൽ വന്നു കഴിഞ്ഞ ഒരു ഫീലിന്റെ മുലാരി ഒക്കെ വന്നപ്പോ യഹ്സിമൂൻ പറഞ്ഞു. അതിന്റെ വസ്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ മുസ്തഖും മിൻ എന്ന് പറഞ്ഞാല് ഈ ഫഅല എന്നുള്ളതാണോ എഴുതുക, അതല്ലെങ്കിൽ ഇഫ്താല എന്നുള്ള വസ്ന് അതാണോ എഴുതുക? വസ്ന് ചോദിച്ചാൽ ഇഫ്താലയാണ്.
വസന്. വസ്ന് വെച്ച ഇഫ്താൽ ഇഫ്താല അല്ലേ? വസനാണ് മാറി വന്നത്. ഓക്കെ ഓക്കെ ശരി. ഇനി മറ്റൊന്നാണ് 3 വസനിലെ ഇഫ്താലിന്റെ അല്ല കേട്ടോ, ഇഫ്താലിൽ കുറെ നിയമം പറഞ്ഞു. ഇനി മറ്റൊന്നാണ് ഒരു ജായിസായ സ്ഥലം പറയാണ്, തഫഅല തഫഅല തഫഅല. ആ 3 വസന് ഓർത്ത് വെക്കുക. തഫഅല വസന സുലാസി മസീദ് ഫീൽപ്പെടുന്ന തഫഅല തഫഅല തഫഅല. ഇതിന്റെ ഫാഇന്റെ സ്ഥാനത്ത് തഫഅലയുടെയോ തഫഅലയുടെയോ തഫഅലയുടെ ഫാ വന്ന സ്ഥാനത്ത് സാ, ദാല്, ദാല്, സായ്, സ്വാദ്, ലാദ്, ത്വാ, ലാ, ഈ 8 അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നാൽ, ഫാഇന്റെ സ്ഥാനത്ത് ഈ 8 അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നാൽ തഫഅല, ആ താ കഴിഞ്ഞിട്ട് വരുന്ന ഫ, തഫഅല, തഫഅല, അവിടെയൊക്കെ രണ്ടാമത്തെ അക്ഷരം ഫ ആണല്ലോ, ആ സ്ഥാനത്ത് ഇത് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ താഇനെ ശേഷം വന്ന അക്ഷരമാക്കി മാറ്റി ഇദ്ഗാം ചെയ്യൽ ജായിസാണ്. അങ്ങനെ ഇദ്ഗാം ചെയ്ത് കഴിഞ്ഞാൽ ശദ്ദുള്ള അക്ഷരമാകും. ശദ്ദുള്ള അക്ഷരം ഉച്ചരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു വസ്ലിന്റെ അംശം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൊടുക്കൽ ജായിസാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ തസക്കല, തസക്കല ഏത് വസന? തഫഅല വസനാണ്. തഫഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് എന്തായി? സാ ആയി. സാ ആയാൽ എന്ത് ചെയ്യാൻ പറ്റുന്ന? താഇനെ മാറ്റി ശേഷമുള്ള അക്ഷരാക്കുക, ഇവിടെ സാ ആക്കി മാറ്റുക. അപ്പൊ സക്കല എന്നാവും. ശദ്ദുള്ള അക്ഷരം തുടങ്ങൂല, അംസ കൊടുക്കും, ഇസക്കല എന്ന് പറയും. തസക്കല ഇസക്കലയായി, തദസ്സറ ഇദ്ദസ്സറയായി, തസക്കറ ഇസ്സക്കറയായി, തസയ്യന ഇസ്സയ്യനയായി, തസബ്ബറ ഇസ്സബ്ബറയായി, തളറ ഇല്ലറയായി, തതൊറബ ഇത്തൊറബയായി, തവല്ലമ ഇല്ലല്ലമയായി. അങ്ങനെ പറയാൻ പറ്റൂല. ഇത്തക്കല, ഇത്തസറ, ഇസ്സക്കറ, ഇസ്സയ്യന, ഇസ്സബ്ബറ, ഇല്ലറ, ഇത്തൊറബ, ഇല്ലല്ലമ. ഇതൊക്കെ കറക്റ്റ് എന്താ? തസക്കല, തദസ്സറ, തദക്കറ, തസയ്യന, തസബ്ബറ, തളറ, തതൊറബ, തളല്ലമ. ഇതെല്ലാം തഫഅല വസനാണ്. തഫഅല വസനിന്റെ ഫാഇന്റെ സ്ഥാനത്ത് സാ വന്നു, ദാല് വന്നു, സായ് വന്നു, ദാല് വന്നു, സ്വാദ് വന്നു, ലാദ് വന്നു, ത്വാ വന്നു, ലാ വന്നു. ഇങ്ങനെ ഏതെങ്കിലും വന്നത് കൊണ്ടാണ് ആ തായിനെ മാറ്റി ശേഷമുള്ള അക്ഷരാക്കി ഇദ്ഗാം ചെയ്ത് വസലിന്റെ അംശം കൊടുത്തത്. ഇങ്ങനെ കൊടുത്തുകൊണ്ട് പറയാം. ഇത് ഇതേ തഫഅല വസനാണെങ്കിലും തസാക്കല എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഇനി തഫഅല വേണ്ടതാണ്, നേരത്തെ പറഞ്ഞ തഫഅലയോ 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 ഏത് വന്നാലും ഇതേ നിയമമാണ് ഇവിടെയുള്ളത്. തസക്കല തഫഅലയാണ്. ഇനി തസാക്കല എന്നാണെങ്കിലും ഇസാക്കല എന്ന് പറയും. ഇനി തഫഅല വന്നു കഴിഞ്ഞാലും അതേ രൂപത്തിലാണ്. ഓക്കെ, ഇനി ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. നിയമം മനസ്സിലായോ? സാർ അവിടെ ഡൗട്ട് ചോദിക്കട്ടെ. ഈ തദസ്സറയുടെ ഇദ്ദസറ എന്ന് പറയാ, അവിടെ ആ സാധനം ശബ്ദ വരില്ലേ? അപ്പൊ ശരി, ശബ്ദ വരണം. അത് ടൈപ്പിംഗിൽ വന്ന മിസ്റ്റേക്ക്. വെരി ഗുഡ്. ഇദ്ദസറ എന്നാണ്, ഇദ്ദസറ എന്നല്ല. സാഹിന് ശബ്ദ ഉണ്ടാവും. കാരണം ഓൾറെഡി സാഹിന് ശബ്ദ ഉണ്ടല്ലോ, അത് ഇപ്പുറം വന്നപ്പോൾ ഇതായിപ്പല്ല, ശബ്ദ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ ഖുർആനിൽ വന്ന ഉദാഹരണങ്ങൾ ഒന്ന് രണ്ടെണ്ണം പറയാം. ഇസ്സമ്മല, തസമ്മല, തസമ്മല, യാ അയ്യുഹൽ മുസമ്മിൽ. മുസമ്മിൽ എന്നാണ്. അത് ഏത് വസനാണ്? മുസമ്മിൽ എന്നുള്ളത് ഈ തസമ്മലയിൽ നിന്ന് വന്നതാണ്. തസമ്മല അതെന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞതുപോലെ തഫഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് സാ വന്നപ്പോൾ തായിനെ സാ ആക്കി ഇദ്ഗാം ചെയ്തു, വസലിന്റെ അംസ കൊടുത്തു, ഇസ്സമ്മലയായി. ഇസ്സമ്മല യസമ്മിലു മുസമ്മിൽ. കറക്റ്റ്. തസമ്മല യതസമ്മലു മുതസമ്മിൽ എന്നുണ്ടാവുക. തഫഅല യതഫഅലു മുതഫഇൽ എന്ന് പറയുന്നത് പോലെ മുതസമ്മിൽ എന്നാണ് അസ്ൽ ഉണ്ടാവുക. അതാണ് മുസമ്മിലായത്. ഇദ്ദസറ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, മറ്റൊരു സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞ മുദ്ദസ്സിർ എന്നാണ്. അത് മുദ്ദസ്സിർ എന്നത് ഇതേപോലെ തദസ്സറ എന്ന തഫഅല വസന്റെ ഇസ്മു ഫായിലാണ്. തദസ്സറ യതദസ്സറു മുതദസ്സിർ എന്നാണ് വരിക. അത് തദസ്സറ ഇദ്ദസ്സറയായി, ഇദ്ദസ്സറ യദ്ദസ്സിറു മുദ്ദസ്സിർ. അവിടെ ഇദ്ദസ്സറ എന്ന് സാധന ശബ്ദം ഉണ്ടാവേ, ആ വിട്ടുവരാം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഇല്ലറഅ ലഅല്ലഹും യല്ലറഊൻ. ഖുർആനിൽ വന്ന ലഅല്ലഹും യല്ലറഊൻ. കറക്റ്റ് യതലറഊന. തലറഅ യതലറഊനാണ്.
അത് തളറ എന്നുള്ളത് ഇല്ലറ ആക്കി ഇല്ലറ യല്ലറഊനായി. അങ്ങനെയാണ് ലഅല്ലഹും യല്ലറഊൻ. ഖുർആനിലെ ആയത്തുകളാണ്. യല്ലറഊൻ അസ്ലി യതലറഊൻ ആണ്. അതൊക്കെ തഫഅലയുടെ മുളാരിയാണ്. ഇസ്സാക്കല ഇസ്സാക്കൽത്തും മിനൽ അർദ് വന്നിരിക്കുന്നത്. ഇസ്സാക്കൽത്തും കറക്റ്റ് ഇസ്സാക്കലയല്ല തസാക്കലയാണ്. തഫാഅല വസ്നാണ്. തഫാഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് താ വന്നപ്പോൾ താവിനെ സാ ആക്കി ഹംസ കൊടുത്തുകൊണ്ട് ഇസ്സാക്കല എന്നായി. അതാണ് ഇസ്സാക്കൽത്തു എന്ന് പറഞ്ഞത്. അത് തഫാഅല വസ്നാണ്. ഇദ്ദാറ വൈദ് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫിഹാ. ഫദ്ദാറഅതു എന്ന് പറഞ്ഞാൽ തദാറഅതു എന്നാണ്. തദാറഅ തഫാഅല വസ്നിന്റെ ഫാഇന്റെ സ്ഥാനത്ത് ദാല് വന്നതാണ്. അങ്ങനെ ഇദ്ദാറ എന്നാക്കിയതാണ്. അതാണ് ഫദ്ദാറഅതും ഫിഹാ എന്ന് ഖുർആനിൽ വന്നത്. അതിന്റെ അസ്ല് അല്ലെ വസ്ന് തഫാഅല വസ്നാണ്. ഇദ്ദാറക മറ്റൊരിക്കൽ വന്നിട്ടുണ്ട് തദാറക്കാണ്. ബൽ ഇദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറ. ഇദ്ദാറക എന്നുള്ളതും തദാറക തഫാഅല വസ്നാണ്. തഫാഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാല് വന്നപ്പോ തായിനെ ദാലാക്കി ഇദ്ഗാം ചെയ്തു ഹംസ കൊടുക്കുകയാണ് ചെയ്തത്. ഇദ്ദാറ. അത്രയുള്ള ആ വസ്ന. ഈ ഒരു നിയമം കൂടി പറഞ്ഞ ഏകദേശം കഴിഞ്ഞു. ക്ലിയർ അല്ലേ? തഫഅല തഫാഅല തഫഅല എന്നീ 3 വസ്നിന്റെ ഫാഇന്റെ സ്ഥാനത്ത് 8 അക്ഷരങ്ങൾ വന്നാൽ പറഞ്ഞതാണ് ആ ഇതിനെ തായിനെ മാറ്റി ശേഷമുള്ള അക്ഷരാക്കുകയും വസ്ലിന്റെ ഹംസ കൊടുക്കുകയും ചെയ്യാം. ഉദാഹരണങ്ങൾ വെച്ച് മനസ്സിലാക്കാം. പിന്നെ തതഫഅല എന്ന് വരുന്നതിൽ നിന്നും ഒരു തായിനെ കളഞ്ഞുകൊണ്ട് പറയാൻ പറ്റും. തഫഅല യതഫഅലു. യതഫഅലുവിന്റെ മുഅന്നസിന്റെ രൂപമാണ് തതഫഅലു. തതഫഅലു എന്ന് പറയുന്ന സമയത്ത് അതിനൊരു തായിനെ കളഞ്ഞുകൊണ്ട് തതഅല്ലമു എന്നുള്ളത് തഅല്ലമു എന്ന് പറയാം. തതനസ്സലു തനസ്സലു. തനസ്സലുൽ മലായികത്തു വറൂഹു എന്നൊക്കെ വന്നില്ലേ? തതബയ്യനു തബയ്യനു. തനസ്സലുൽ മലായിക എന്ന ഖുർആനിൽ വന്നതുപോലെ അങ്ങനെ പറയുന്നതും ജായിസ്. ഒരു തായിനെ കളഞ്ഞുകൊണ്ട് ഏതാണ് തഫഅല യതഫഅലു എന്ന മുളാരിയിൽ മുഅന്നസിന്റെ രൂപം തതഫഅലു. ഇനി ഏഴാലും ബി തസ്കീൻ എന്ന മറ്റൊരു വിഷയമാണ്. അതായത് മുഅത്തലായ ഒരു അക്ഷരം വന്നു, അത് ഹർക്കത്തുള്ളതാണ്. അതിനു മുമ്പ് സ്വഹീഹായ അക്ഷരം സാക്കിനുമാണ്. മുഅത്തലായ അക്ഷരം ഹർക്കത്തുള്ളത്, അതിന് മുമ്പ് ഒരു അക്ഷരം സ്വഹീഹാണ്, മുഅത്തലല്ല, അത് സുക്കൂനുമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇല്ലത്തിന്റെ അക്ഷരത്തിന്റെ ഹർക്കത്തിനെ മുമ്പുള്ളതിലേക്ക് നീക്കും. ഇതിന് പറയുന്ന പേരാണ് ഇഅ്ലാലും ബി തസ്കീൻ. ഏതുപോലെ യഖൂമു, കാമ യഖൂമു, കറക്റ്റ് ഫഅല യഫ്ഉലു വസ്നാണ്. യഫ്ഉലു എന്ന് പറയുമ്പോൾ യഖ്വുമു എന്നാ വേണ്ടത്. യഖ്വുമു. ആ യഖ്വുമു എന്നുള്ള ഒരു സ്ഥലത്ത് എന്ത് സംഭവിച്ചു? വാവ് മുഅത്തലാണല്ലോ, അത് ലമ്മുണ്ട്. മുമ്പുള്ള കാഫ് സ്വഹീഹാണ്, സുക്കൂനാണ്. അങ്ങനെ പറയുന്നത് ബുദ്ധിമുട്ടാണ്. ആ വാവിന്റെ അർക്കത്തിന് മെല്ലെ കാഫിനും കൊടുത്തു ഒരു യഖൂമു എന്ന് പറയാ. ഇങ്ങനെ വാവിന് സുക്കൂനാക്കുന്നതിന് പറയുന്ന പേരാണ് ഇഅ്ലാലും ബി തസ്കീൻ. യബീഉ യഫ്ഇലു വസ്നാണ്. അപ്പൊ യബ്ഇഉ യഫ്ഇലു അങ്ങനെയല്ല വരേണ്ടത്. യാ ഹർക്കത്ത് വന്നു, ബായിന് സുക്കൂനായപ്പം യാവിന്റെ ഹർക്കത്ത് ബായിന് കൊടുത്തു, അപ്പൊ യാ സുക്കൂനാവും, അപ്പൊ യബീഉ എന്ന് പറയും. മഖാമ് മഖ്വമ് എന്നാണ്. വാവ് ഹർക്കത്തുണ്ട്, ഖാഫ് സുക്കൂനായി, അപ്പൊ വാവിന്റെ ഹർക്കത്തിന് മുമ്പ് കൊടുത്തു. അപ്പൊ മക്ക പിന്നെ വായി, അപ്പൊ ഫതഹിന് ശേഷം വാവ് മാറ്റി അലിഫാക്കി മഖാമ് എന്നാക്കി. അവിടെ ഇഅ്ലാലും ബി തസ്കീനും ഉണ്ട്, ഇഅ്ലാലും. സ്വാന മസൂന്, മസൂന് മസ്വൂന് നാസിലുണ്ടായ അല്ലെ. സ്വാന എന്നതിന്റെ ഇസ്മു മഫൂലാണ് മസ്വൂൻ അല്ലെ. ഏതൊരു ഫീലിന്റെയും 3 അക്ഷരമുള്ള ഫീലിന്റെ ഇസ്മു ഫായിൽ ഫായിൽ രൂപത്തിലും ഇസ്മു മഫൂൽ മഫൂൽ രൂപത്തിലുമാണ് എടുക്കുക. അപ്പൊ മസ്വൂന് എന്നുണ്ടാവുക. അവിടെ എന്ത് ചെയ്തു? വാവ് ഹർക്കത്ത്, മുമ്പുള്ള സ്വാദ് സുക്കൂന്, വാവിന്റെ അർക്കത്തിന് മുമ്പോട്ട് നീക്കി. അപ്പൊ 2 വാവ് സുക്കൂനായി വന്നു, ഒന്നിനെ കളഞ്ഞു, മസൂന് എന്നായി. കാല മക്കൂല്, നമ്മൾ മക്കൂല് എന്ന് പറയാം. ഏത് വസ്നാന്ന് വെച്ചാൽ അന്തം വിടും. മഫ്ഊലാണ് വസ്ന്, മക്ബൂല് എന്ന അസ്ല്. മഫ്ഊല് വസ്നാണ്, മക്ബൂല് വാവ് ഹർക്കത്ത്, മുമ്പ് കാഫ് സുക്കൂനായപ്പം വാവിനെ കാഫിന് കൊടുത്തു ഹർക്കത്ത്. 2 വാവ് ഒരുമിച്ച് വന്നപ്പോ ഒരു വാവിനെ കളഞ്ഞു, മക്കൂല് എന്നാക്കി. മബിയു എന്നാണ്. മബി വിൽക്കപ്പെടുന്ന വസ്തുവിനല്ലേ മബി എന്നൊക്കെ പറയാ. മഫ്ഊലല്ലേ പ്രവർത്തിക്കപ്പെടുന്ന അർത്ഥം. മബിയു എന്നാണ്. അവിടെ എന്ത് ചെയ്താണ്? ബാവും പിന്നെ
യാ ഹർക്കത്തുണ്ട്, ബാ സുക്കൂനായപ്പോ യാവിന്റെ ഹർക്കത്തിനെ ബാവിന് കൊടുത്തു, മബൂന്നായി. യാവും വാവും വന്നപ്പം വാവിനെ കളഞ്ഞു, അപ്പൊ മബിയൂന്നായി. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പഠിച്ച നിയമം ഉണ്ടായിരുന്നു, വമ്മിന് ശേഷം യാ സാക്കിനായി വന്നാൽ യാവിനെ മാറ്റി വാവാക്ക സോറി ഇവിടെ എന്ത് ചെയ്തു? ബായിന് കെസർ കൊടുത്തു. അങ്ങനെ കെസർ കൊടുത്തുകൊണ്ട് മബി അസ്ലി ആയതുകൊണ്ട് മാറ്റാതെ കെസർ കൊടുത്തു മബി എന്നാക്കുകയാണ് ചെയ്തത്. മബിയൂ എന്നുള്ളതിനെ യാഇന്റെ ഹർക്കത്തിന് മുമ്പുള്ള ബാവിന് കൊടുത്തു, എന്നിട്ട് അവിടെ ബാവിനെ കളഞ്ഞു. യാഇനോട് യോജിച്ച ഹർക്കത്ത് കെസർ ആയതുകൊണ്ട് കെസർ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ മബിയായി, അസ്ലു മഫ്ഊൽ എന്നാണ്. ഇതൊക്കെ എന്താണ്? ഇഅ്ലാലും ബിത്തസ്കീൻ എന്ന പേരാണെന്ന് അർത്ഥം. അവിടുന്ന് പിന്നെ ഇത് ഈ പറഞ്ഞ രണ്ട് ഇൽത്തിക്കാവ് സാക്കിനേനി ഒക്കെ വരുന്ന സമയത്ത് കളിയിലും കൂടി വന്ന പദങ്ങളാണ് മസൂന്, മക്കൂല്, മബിയൊക്കെ. അവിടെ ഒക്കെ എന്ത് വന്നിട്ടാണ് ഇതൊക്കെ കളയേണ്ടി വന്നത്? ഈലാലും ബി തസ്കീന് വന്നത്. ഈലാലും ബി തസ്കീൻ എന്ന് പറഞ്ഞാൽ മുഅ്തലായ അക്ഷരം ഹർക്കത്തുള്ളതും അതിന്റെ മാക്കബല് സുക്കൂനുമായി കഴിഞ്ഞാൽ ആ ഹർക്കത്തിന് മുമ്പുള്ളതിലേക്ക് നീക്കുന്നതിന് പറയുന്ന പേരാണ് ഈലാലും ബി തസ്കീന്. മറ്റൊന്നാണ് അജ്വഫായ ഫിഅൽ. വളരെ ശ്രദ്ധിക്കണം മറ്റു കാര്യം. അജ്വഫായ ഫിഅലിന്റെ അജ്വഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മധ്യാക്ഷരം സുക്കൂനുള്ള. അഫ്അലയോ ഇസ്തഫ്അലയോ വസൻ എടുത്തു കഴിഞ്ഞാൽ, അഫ്അല ഇസ്തഫ്അല, അകാമയുടേത് അകാമ അഫ്അല വസനാണ് കാമയുടേത്. അദാറ പിന്നെ അദാറ ദാറ എന്നതിന്റെ അഫ്അല വസനാണ്. അങ്ങനെ അഫ്അല വസനാക്കി കഴിഞ്ഞാൽ അക്വമാന്നുണ്ടാവും അസ്ല്, അദ്വറാന്നുണ്ടാവും. അതിന്റെ മസ്തർ എടുക്കുമ്പോൾ ഇത് വാറ് എന്നാണ് അസ്ൽ ഉണ്ടാവുക. കറക്റ്റ് ഇദ്വാർ അല്ലെ ഇക്വാം. ഇവിടെ എന്ത് ചെയ്തു? വാവിന്റെ ഹർക്കത്തിന് മുമ്പുള്ള കാഫിന് കൊടുത്തു, വാവും പിന്നെ ഇതും എത്തിക്കാവ് സാക്കിനായപ്പോ അതിനെ കളഞ്ഞു. ഈ മാറ്റമൊക്കെ എന്താണ് ഇവിടെ വന്നു? അപ്പൊ കറക്റ്റ് ഇക്വാം എന്നുള്ളത് ഇക്കാമ് എന്ന് മതി. പക്ഷെ ഇവിടെ ഒരു താ അവസാനം കൊടുക്കലുണ്ട്. കളഞ്ഞതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു താ അവസാനം കൊടുക്കും. ഇത് ഏത് വസനിൽ മാത്രമാണ്? അജ്വഫായ ഫിഅല് അഫ്അല വസനിലോ ഇസ്തഫ്അല വസനിലോ വന്നു കഴിഞ്ഞാൽ അതിന്റെ മസ്തറിൽ എന്ത് ചെയ്യും? താ കൊടുത്തുകൊണ്ടാണ് പറയാ. ഇക്കാമത്ത്, ഇദാറത്ത്. ഇപ്പൊ ഇസ്തിഖാം ആണെങ്കിൽ ഇസ്തിഖ് വാമ് എന്ന അസിൽ ഉണ്ടാവുക. അവിടെയും ഇഅ്ലാലും തസ്കീനൊക്കെ നടക്കും. എന്നിട്ട് കളയുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? അതിന് പകരം ഒരു താ കൊടുത്ത് ഇസ്തിഖാമത്ത് എന്ന് പറയും, ഇസ്തിദാറത്ത് എന്ന് പറയും. അപ്പൊ ഏത് രണ്ട് വസനാണ്? അജ്വഫായ ഫിഅലിന്റെ അഫ്അല അല്ലെങ്കിൽ ഇസ്തഫ്അല വസന്റെ മസ്തറിൽ മാത്രമാണ് ഈ ഒരു താ കൊടുക്കേണ്ടത്. ഇത്രയുമാണ് ഇബ്ദാൽ കഴിഞ്ഞാൽ പറയാൻ. ഇനി ചോദ്യവും കൂടി നോക്കിയിട്ട് വേഗം നിർത്തണം. ക്ലിയർ ആണോ? ഈ ക്ലാസ് റെക്കോർഡ് ക്ലാസ് വീണ്ടും വീണ്ടും കേൾക്കാം. ഇനി ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആൻസർ പറയണ്ട, ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. ചോദിക്കുന്ന സമയത്ത് മാത്രം പറഞ്ഞാൽ മതി. 1. ഓക്കെ, നസീമ കേൾക്കുന്നില്ലേ? നസീമ കേൾക്കുന്നില്ലേ? വിളിച്ചാ പെട്ടെന്ന് വരണേ. റംസിയ കേൾക്കുന്നുണ്ടോ? ഇല്ലേ? പറയൂ. ഏതാണ് ആൻസർ? പറഞ്ഞോളൂ. എന്തുകൊണ്ട്, എങ്ങനെ വന്നു എന്ന് പറയൂ. അപ്പോഴല്ലേ മനസ്സിലായോ അല്ലേന്ന് അറിയാം. പറഞ്ഞ ആൻസർ ശരിയാണ്, ഇഫ്തിആലാണ്. ഇനി എങ്ങനെ വന്നു നിങ്ങളൊന്ന് വിശദീകരിച്ചു.
അത് ഇസ്തിആല എന്നുള്ള രീതിയിൽ ഇസ്തിഹാം എന്ന് വരുന്നത്. എന്താ അവിടെ സംഭവിച്ചത്? ഇസ്തഹമയായിരുന്നു. ഇസ്തഅല ഓക്കെ, എന്നുള്ളതിന്റെ താ മാറിയിട്ട് അവിടെ ദാലായിട്ട് വന്നു. എന്തുകൊണ്ടായി അതും കൂടി പറയണം. ഇബ്ദാൽ സംഭവിച്ചു. ആ സംഭവിക്കാൻ ഒരു കാരണം വേണ്ടേ? അത്രേ അറിയത്തുള്ളൂ. എന്ത് ഫായിന്റെ വന്നതുകൊണ്ടാണ് സ്ഥാനത്ത് ദാൽ. അത് പറയാതെ ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് സ വന്നത് കൊണ്ട്, നമ്മൾ പഠിച്ചല്ലോ ദാലോ ദാലോ സായോ വന്നാൽ അങ്ങനെ വന്നത് കൊണ്ട് തായിനെ മാറ്റി ദാലാക്കിയതാണ്. അപ്പൊ ഇസ് തഹമ എന്നുണ്ടാവും അസില്. ഇസ് തഹമ മാറി ഇസ്ദഹമയാക്കിയതാണ്. അതിന്റെ മസ്തറാണ് ഇസ്തിഹാം. ഇസ്ദഹമ യസ്ദഹിമു ഇസ്തിഹാം. ഇഫ്തഅല യഫ്തഇലു ഇഫ്തിഹാലൻ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഈ രണ്ട് നമ്മൾ പറഞ്ഞ ചോദ്യം പെട്ടെന്ന് കിട്ടും. യാ അയ്യുഹൽ മുദ്ദത്തിർ, ഏത് വസ്നാണിത് വന്നത്? ദസറ ഫഅല, ഇദ്സറ ഇഫ്അല, തദസറ തഫഅല, അദ്സറ അഫ്അല. ഓക്കെ, മുസൈബ, മുസൈബ കേൾക്കുന്നുണ്ടോ? മുസൈബ കേൾക്കുന്നുണ്ടെ പെട്ടെന്ന് വരണേ. നസീമ, നിങ്ങൾ ഇങ്ങോട്ട് ഇടപഴകിയാലത് മനസ്സിലാവട്ടോ. നസീമ, അജ്മൽ, അജ്മൽ കേൾക്കുന്നുണ്ടോ? തഫഅല വസ്നാണ് അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചു തദസ്സറയാണ്. തദസ്സറയുടെ പിന്നെ തഫഅല വസ്ന് മാറിയിട്ട് എന്ത് ചെയ്താണ്? തദസ്സറ എന്നത് തഫഅലയുടെ താഇന്റെ സ്ഥാനത്ത് ദാലായതുകൊണ്ട് താഇനെ മാറ്റി ദാലാക്കി ഇദ്ഗാം ചെയ്ത് അംസ കൊടുക്കുകയാണ് ചെയ്തത്. ഫാഇന്റെ സ്ഥാനത്ത് ദാല് വന്നതുകൊണ്ട് മുദ്ദസ്സിർ എന്നുള്ളത് മുതദസ്സിർ എന്നാണ് അസുഖം ഉണ്ടാവുക. മൂന്ന്, അയച്ചോളും. നജീമ, നജീമ കേൾക്കുന്നില്ലേ? ഒന്ന് വരും. ഹലോ സാറേ, ഏത് വസനാണ്? ഇഫ്ആലല്ലേ? ഒന്നുകൂടി. ഒന്നാമത്തെ അല്ലേ? എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ തോന്നി. ഓക്കെ, അതല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരാ? ഹബീബ. ഹബീബ പറയൂ, എന്താണ് ഇഫ്തഅല വസ്ന്? എങ്ങനെയായി ഇതിങ്ങനെ ഇത്തസക്കാന്നായത്? വൽഖമരി ഇദത്തസ. ഹബീബ പറയും. ഇബ്തസക്കയുടെ വാവ് കഴിഞ്ഞിട്ട് താഴാക്കി മാറ്റണം. എന്തുകൊണ്ട്? ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വാവ് വന്നത് കൊണ്ട്. വസക്ക എന്നതിന്റെ ഇഫ്തഅല വസ്ന നമ്മൾ വസലയൊക്കെ പഠിച്ചതുപോലെ വാവോ യാ വന്നത് കൊണ്ട് അതിനെ മാറ്റി താ ആക്കി ഇദ്ഗാം ചെയ്താണ്. അപ്പൊ വസ്ല് ഇഫ്തഅലയാണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? നാല് നേരത്തെ ഉപയോഗിച്ചതാ ഖുർആൻ.
വലക്കത് തറക്നാഹ ആയതൻ ഫഹൽ മിൻ മുദ്ദക്കിർ. മുദ്ദക്കിർ നസ്. ഓക്കെ, ഗുഡ്. ജൗഫിയ, Yes, sir. ജൗഫിയ ഒന്ന് പറയൂ, ഏതാണ് വസന്, ഏതാണ് അതിന്റെ അസ്ല്? മുദ്ദക്കിറ്. മുത് നാലാമത്തത് തക്കീറ്. എങ്ങനെയായി ഈ നാലാം. രൂപത്തിലായി? നാലാമത്തത് എങ്ങനെ ഈ രൂപത്തിലായി? ഇത് ദക്കറ എന്നുള്ളതിനെ ദാലിനെ മാറ്റി ദാലാക്കി. ആ, ഇത് ദക്കറ. വെരി ഗുഡ്. അതായത് ലക്കറ എന്നതിന്റെ ഇഫ്താല വദനാണ് മുദ്തക്കീർ. മുദ്തക്കീറിൽ ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാല് വന്നാൽ താവിനെ ദാലാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മുദ്ദക്കീറിനായി. ആ സ്ഥലത്ത് ഇദ്ഗാം ചെയ്തുകൊണ്ട് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ മുദ്ദക്കീർ എന്നായി. അപ്പൊ അസുല് ചോദിച്ചാൽ മുദ്തക്കീർ എന്നാണ്. വെരി ഗുഡ്. ഓക്കെ അല്ലേ എല്ലാവർക്കും? നമ്മള് ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാലോ സായോ വന്നു കഴിഞ്ഞാൽ താവിനെ മാറ്റി ദാലാക്കണം എന്ന് പറഞ്ഞു. ഒന്നും കൂടി പറയാ. നേരത്തെ പറഞ്ഞ നിയമം ഓർമ്മ ഉണ്ടോ? ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വരുന്ന അതൊന്ന് പറയൂ നിങ്ങള്, ചോദിച്ചാള്. അത് ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് കിട്ടേണ്ടതാണ്. ഒന്ന് പറഞ്ഞു നോക്ക്, എന്തായിരുന്നു അവിടെ പറഞ്ഞത്? ആരാ ചോദിച്ച? സലീനെ ആരാ? പോയോ ചോദിച്ചാള്? അത് ഓർമ്മല്ല. ആ, അത് ഓർമ്മയില്ലാത്താണ് പ്രശ്നം. ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാലോ സായോ വന്നു കഴിഞ്ഞാൽ താഹിനെ മാറ്റി പിന്നെ എന്താക്കണം? ദാലാക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇദ്ഗാം ചെയ്യുന്ന രൂപവും ഇവിടെ പറഞ്ഞിരുന്നു. ആ സ്ലൈഡ് ഒന്നുകൂടി എടുത്തിരുന്നിട്ട് കഴിഞ്ഞിട്ട്. ഇഖാമത്തിന്റെ അസ്ല് ഓക്കെ, വെരി ഗുഡ്. ഇക്വാമ് എന്നാണ് ഞാൻ പറഞ്ഞു. കാമ എന്നതിന്റെ ഇഫ്ആല് ആണ്, മസ്തറാണ്. അക്കാമയുടെ അതിന്റെ മസ്തറിൽ തളവും. വെരി ഗുഡ്. 6 ധന എന്നതിന്റെ അസുഖം. ഹാജറ കേൾക്കുന്നില്ലേ? ആ പറയൂ, ഏതാണ് ശരി ആൻസർ? ധനവ. എന്തുകൊണ്ട് ഇങ്ങനെയായി? ആ കാരണം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മൾ പഠിച്ചതിൽ ഏതാണിത്? ഹംസത്തന്നല്ല, അലിഫൻ. അതെപ്പോഴാ പഠിച്ചത്? ആ നിയമം കൂടി ഒന്ന് പറഞ്ഞാൽ ഓക്കെ ആയി. അത്രയും നിങ്ങൾ പറഞ്ഞു. വെരി ഗുഡ്. വാവോ യാഓ ഹർക്കത്തും. പറയൂ, നിങ്ങൾ പറഞ്ഞോളൂ. അതിന്റെ മുമ്പുള്ള ഫതഹ ആണെങ്കിൽ അതെ, വാവോ യാഓ ഹർക്കത്തുള്ളതും മുമ്പ് ഫതഹുമാണെങ്കിൽ വാവിനെയും യാഇനെയും മാറ്റി അലിഫാക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ധനവ എന്നാണ് അസില്. അതെങ്ങനെ കിട്ടി? അസിൽ ധനവ എന്നാണ്. ധനായുദ്നൂന്ന് വാവാണ് വരുന്നത്. അപ്പൊ ധനവ എന്നാണ്. ആ വാവിനെ മാറ്റി എന്താക്കി? അലിഫാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ധന വന്നത്. ക്ലിയർ? ഏഴ്
ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഖായിമന്റെ അസ്ൽ. ഓക്കെ, വെരി ഗുഡ്. വജീഹ്, വജീഹ് കേൾക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞു കൊടുക്കും. ഏതാണ് ആൻസർ? എന്തുകൊണ്ട്? കാമ എന്നുള്ള ഇസ്മഫായില് കാവ്യം വരുമ്പോ അതിനെ ഹംസാക്കി മാറ്റും മറിക്കുന്നുള്ള നിയമമുണ്ട്, അത് വെച്ചിട്ട് പറഞ്ഞു. അല്ല, ആയിക്കോട്ടെ. നമ്മൾ പഠിച്ച കൂട്ടത്തിൽ ഒന്ന് അറിയാത്തവർക്ക് മനസ്സിലാവുന്ന വേണ്ടി പറഞ്ഞു കൊടുക്കാം. അത് പറഞ്ഞത് ശരി തന്നെ. കാവ്യം എന്നാണ് അസല്, ശരിയായ ആൻസർ ആണ്. കാവ്യം എങ്ങനെ കായിമായി? അങ്ങനെ ഇല്ലത്തിന്റെ അക്ഷരങ്ങള് വന്നാല് അതിനെ ഹംസാക്കി മറിക്കും. വാവിനെയോ യാഇനെയോ ഹംസാക്കി മാറ്റുന്ന 3 സ്ഥലങ്ങൾ പഠിച്ചതിൽ ഒന്നാണ് അജ്വഫായ ഫിഅലിന്റെ ഇസ്മു ഫാഇൽ. അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചത്. അജ്വഫായ ഫിഅലിന്റെ ഇസ്മു ഫാഇൽ വാവിനെ യാഇനെ ഹംസയാക്കണം എന്നാണ്. അപ്പൊ കായിം എന്നാണ് പറയുക. എല്ലാവർക്കും ക്ലിയർ ആണോ? ഡൗട്ട് ഉള്ളവർ, അറിയാത്തവരുടെ ചോദിക്കണേ. ഇനി 8. അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും മാ ലം യഅതി ആബാഅഹുമുൽ അവ്വലീൻ. യദ്ദബ്ബറു എന്നതിന്റെ അസ്ൽ. അബ്ദുൽ മുനീർ കേൾക്കുന്നുണ്ടോ? അബ്ദുൽ മുനീർ, അബ്ദുൽ മുനീർ കേൾക്കുന്നുണ്ടോ? സെലീന, സെലീന കേൾക്കുന്നുണ്ടോ? എന്നാ സജീന പറയും. സജീന, നീ തന്നെ പറ. ഇതിൽ വിളിക്കുന്നവരൊന്നും വരുന്നില്ല. സലീന, സജീന. ഞാൻ അതിനങ്ങോട്ട് കൊടുത്തതാണ്, എന്താണെന്നൊന്നും നോക്കിയിട്ടില്ല. അത് നമുക്ക് എന്താ നമ്മൾ തീരുമാനിക്കുമ്പോൾ പറഞ്ഞോളൂ. നിങ്ങൾ എന്താന്ന് അറിയാതെ കൊടുത്തിട്ട് തന്നെ ശരിയാവുന്നുണ്ടെങ്കിൽ അറിയാൻ നിങ്ങൾക്ക് എല്ലാം ശരിയായി പോലെ. നിങ്ങൾ പറഞ്ഞോളൂ. ഇദ്ദബ്ബറ ഉണ്ടല്ലേ? മൊത്തങ്ങൾ പറയും. എങ്ങനെ ഒന്നുകൂടി ഇത് ഇങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ എങ്ങനെ പറയും? നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ്, പോരെ? ഇനി നിങ്ങൾ വിശദീകരിച്ചോളൂ. യതദബ്ബറു എന്നാണ് അസ്ല്. എന്താ സംഭവിച്ച അവിടെ? അങ്ങനെ പറയും. വെരി ഗുഡ്. തദബ്ബറ യതദബ്ബറു എന്നാണ് വരിക. തദബ്ബറ യതദബ്ബറു. ഈ തദബ്ബറക്ക് എന്ത് ചെയ്തു? തദബ്ബർ എന്തായി? അത് പറഞ്ഞാ മതി. ആരാ പറഞ്ഞത്? ഞാൻ വിളിക്കുമ്പോൾ പറയുന്നില്ല. ആരാ പറഞ്ഞത്? മാറ്റിട്ട് ദാലാക്കി മാറ്റുന്നു. നമ്മൾ തദബ്ബറേന്ന് പോവാ. മാലി എടുക്കുക. അതല്ല നമ്മൾ പഠിച്ചത്. പിന്നെ മുള്ളാര് പിന്നെ കിടക്കാം. തദബ്ബറ എന്നത് എന്തായി? ഹബീബ പറയൂ. തഫഅലയുടെ സജീന ഒന്ന് മ്യൂട്ട് ചെയ്യാ. ഒന്നുകൂടി. തഫഅല വസ്നില് തദബ്ബറ എന്നുള്ളതിന്റെ ദാല് വന്നു. ഫാഫില് ദാല് വന്നു. അതില് എന്ത് ചെയ്തു? ദാലിന് ഷെത്ത് കൊടുത്തിട്ട് ചേർത്ത് പറഞ്ഞു. തായിനെ ദാലാക്കി മാറ്റി. അങ്ങനെ പറയും. തദബ്ബറ എന്നതിന് ദാലായപ്പോ തായിനെ ദാലാക്കി എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യം ദാലിന് ഷെത്ത് കൊടുത്തു. എന്നിട്ടോ ഒരു പണി കൂടിയില്ലേ? വസ്ലിന്റെ അംസയും കൊടുത്തു.
അത് പറയണം. അപ്പൊ ഇദ്ദബ്ബറ എന്നായി. തദബ്ബറ ഇദ്ദബ്ബറയാണ്. അതിന്റെ മുതാരി എടുക്കുമ്പോ യദ്ദബ്ബറു എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ തഫഅല വസ്നിന്റെ തഫഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാല് വന്നപ്പോ താഇനെ മാറ്റി ദാലാക്കി ഇദ്ഗാം ചെയ്തു. എന്നിട്ട് വസ്ലിന്റെ ഹംസ കൊടുത്ത് ഇദ്ദബ്ബറ എന്ന് പറഞ്ഞു. അതിന്റെ മുതാരി യദ്ദബ്ബറു വരൂ. അപ്പൊ യതദബ്ബറു എന്നാണ് അസ്ൽ ഉണ്ടാവുക. യദ്ദബ്ബറു യദ്ദബ്ബറാനി യദ്ദബ്ബറൂന എന്നാണ് അതുണ്ടാവുക. അപ്പൊ അത് ലമ്മ് കടന്നപ്പോ നൂനെ കളഞ്ഞതാണ്. കാരണം ജസ്മിന് വേണ്ടി അഫ്ആൽ ഹംസൽ നൂനെ കളഞ്ഞ അപ്പൊ യദ്ദബ്ബറു എന്നായത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സാർ ഒരു ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. പിന്നെ നമ്മള് നൂനെ കളയുമ്പോ അവസാനത്തിൽ അലിഫ് ഇട്ടിട്ടല്ലേ എഴുതുക? എന്നിട്ടോ പറഞ്ഞോളൂ. അലിഫ് ഇടാതെ എഴുതുവോ? എങ്ങനെയാണ് അതിന്റെ ശരിയായ രൂപം? അലിഫ് ഇടണം. എന്തേ ചോദിക്കാൻ കാരണം? കഴിഞ്ഞ എക്സാമിന് വന്നിരുന്നു, പക്ഷെ ആൻസർ കീയില് അലിഫ് ഇടാത്ത രൂപമാണെന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് ആയിട്ട് കൊടുത്തത്. ഇതിലോ ഫിയലിലോ? ഫിയലിൽ ഒരിക്കലും ഫിയല് അംറാണെങ്കിലും ഫിയല് മാദിയാണെങ്കിലും ഫിയല് മുദാരി ആണെങ്കിലും അത് വാവിന്റെ കൂടെ ജമ്മു വാവിന് ശേഷം അലിഫുൽ ഫാരിക്ക കൊടുക്കൽ നിർബന്ധം ആണ്. ജമ്മു മുദക്കർ സാലിമിൽ നൂനെ കളഞ്ഞാൽ അവിടെ അലിഫ് കൊടുക്കാൻ പാടില്ല. പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജമ്മു മുദക്കർ സാലിം ആയിരിക്കും വന്നത്, അല്ലെങ്കിൽ ആൻസർ കീ തെറ്റിയതാണ്. അപ്പൊ ശരിയാണ്, ജമ്മു മുദക്കർ സാലിമിൽ ഒരിക്കലും അലിഫ് കൊടുക്കാൻ പാടില്ല. അത് അലിഫുൽ ഫാരിക്കയാണ്. അലിഫുൽ ഫാരിക്ക എന്നുള്ളത് മാദിയുടെ കൂടെയോ മുദാരിയുടെ കൂടെയോ അല്ലെങ്കിൽ പിന്നെ അംർ ഫീലിന്റെ കൂടെയോ ജമ്മിന്റെ വാവ് വരുന്ന സമയത്ത് അതിന് ശേഷം കൊടുക്കുന്ന അലിഫിന് പറയുന്ന പേരാണ്. അവിടെ മാത്രമേ അത് കൊടുക്കുകയുള്ളൂ, ജമ്മിന്റെ വാവിന് ശേഷം. ജമ്മു മുദക്കർ സാലിമിന്റെ വാവിന് ശേഷം കൊടുക്കൂല. ജമ്മു മുദക്കർ സാലിമിന്റെ വാവിന് ശേഷേ കൊടുക്കൂല അതിന് ശേഷമാണ് കൊടുക്കുക. അല്ല സോറി, ജമ്മിന്റെ വാവിന്റെ ശേഷമാണ് കൊടുക്കുക. ജമ്മു മുദക്കർ സാലിമിന്റെ വാവിന്റെ ശേഷം ഒരിക്കലും ഇല്ല. ഇസ്മല്ലേ, അത് ഫീലിൽ മാത്രമേ ഇത് വരൂ, ഇസ്മിലൊന്നും അത് വരൂല. ഫഅല ഫഅല ഫഅലൂ ആ മാദിയിൽ വരും. ഇഫ്അൽ ഇഫ്അല ഇഫ്അലൂ അതിന് ശേഷം വരും. ലം യഫ്അൽ ലം യഫ്അല ലം യഫ്അലൂ ആ വാവിന് ശേഷം വരും. ആദ്യം പറഞ്ഞ മാദിയാണ്, രണ്ടാമത് പറഞ്ഞത് അംറാണ്, മൂന്നാമതാണ് മുദാരിയാണ്. അവിടെ ഒക്കെ വരും. ആ അലിഫിന്റെ പേര് അലിഫുൽ ഫാരിഖ എന്നാണ്. പിന്നെ മറ്റൊരു പേരൂർ ഉണ്ടായിരുന്നു, അലിഫുൽ ഫാരിഖ എന്നും പറയും, അല്ലെങ്കിൽ അലിഫുൽ രണ്ട് പേരുണ്ടായിരുന്നു. ഇനി ലഹും ഫിയ ഫാക്കിയത്തും വലവും ആയത്തവും നിങ്ങൾ ആലോചിച്ച് പറയണേ, ചാടിക്കടന്ന് പറയുന്നു. യദ്ദഊൻ എന്നതിന്റെ അസ്ൽ പറഞ്ഞോളും. ഷർമിന മെഹർ തഫല്ലലി. ഷർമിന കേൾക്കുന്നില്ലേ? വിളിച്ചാ പെട്ടെന്ന് വരണോ, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കും. കേട്ടില്ല? എന്തുകൊണ്ട്, എങ്ങനെ, അതൊന്ന് വിശദീകരിക്കണം. ഏതിന്റെ പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ, കൂടെ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞോളൂ. ആ ഏതിന്റെ ഇഫ്താലയാണ്? ഏതിന്റെ ഇഫ്താലയാണ്?
മുർഷിദ ജസീർ. മുർഷിദ ജസീർ സുറ. മുർഷിദ കേൾക്കുന്നില്ലേ? സുബൈദ. സുബൈദ പെട്ടെന്ന് വരും. ഹലോ, ഉറങ്ങിപ്പോയാ? ഫസ്ല. ഫസ്ല കേൾക്കുന്നുണ്ടോ? ആരും വരുന്നില്ല. എന്നാ പിന്നെ ആൻസർ പറഞ്ഞോളാം. യഫ്തഇലൂൻ എന്നതാണ് ആൻസർ. എങ്ങനെ? ആർക്കും വേണ്ട തോന്നുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് വിട്ടത്. അല്ല സാറ് ഓരോരുത്തരുടെ പേര് ഇത് ദഅയാന്നാണ് സാറേ. ഇഫ് തഅല അങ്ങനെ ആയിരിക്കോ? ഒന്ന് പറയൂ, പറഞ്ഞോളൂ. ഇത് ദഅയാന്നോ ഇത് ദഅവാന്നോ ആയിരിക്കും അതിന്റെ അസ്ല്. ഏതിന്റെ വസനാണ് എങ്ങനെ വന്നു എന്ന് കിട്ടണം. എന്ന ഫീലുണ്ട്. അതിന്റെ ഇഫ്തഅല വസനാണ് ഇത് തഅ. അങ്ങനല്ലേ വരിക? ഇത് തഅ എന്നാണ് വരിക. ക്ലിയർ അല്ലേ? അവിടെ എന്ത് സംഭവിച്ചു? ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാല് വന്നു. ദാല് വന്നു കഴിഞ്ഞാൽ താവിനെ ദാലാക്കും. എന്നിട്ട് ഇദ്ഗാം ചെയ്തു. അപ്പൊ ഇദ്ദഅ എന്നായി. ഇദ്ദഅ ഇഫ്തഅല വസനാണ്. അതിന്റെ മുളാരിയാണ് യദ്ദഇ. യദ്ദഇ എന്നുള്ള സർഫാക്കുമ്പോ യദ്ദഇ, യദ്ദഇയാനി, യദ്ദഊന എന്നാണ് വരിക. അപ്പൊ യദ്ദഊന എന്നുള്ളത് ഇഫ്തഅല യഫ്തഇലു, യഫ്തഇലു യഫ്തഇലാനി, യഫ്തഇലൂന എന്ന സ്ഥാനത്താണ് ഇദ്ദഅ എന്നതിന്റെ മുളാരിയായ യദ്ദഇ എന്നതിന് ജമ്മു മുദക്കർ സാലിമിന്റെ രൂപമാണത്. ജമ്മ് വാവ് ചേർന്ന രൂപമാണത്. ജമ്മു മുദക്കറിന്റെ രൂപം. ക്ലിയർ അല്ലേ? അപ്പൊ ദഅ എന്നുള്ളതാണ് ഇഫ്തഅലാക്കിയത്. അപ്പൊ ഇത് തഅ എന്നാണ് അസ്ല്. അത് ഇദ്ദഅയായതാണ്. അതിന്റെ മുളാരിയിലെ ജമ്മു മുദക്കറിന്റെ രൂപമാണ്. അടുത്തത് ഇത്തക്ക എന്നതിന്റെ വസ്നം. വീണ്ടും ഷാദിയ. ഷാദിയ ഒന്ന് പറയൂ, എങ്ങനെയാണ് ആയത്? ഏതാണ് ആൻസർ? ഇഫ്താല വസല്. എന്തുകൊണ്ട്? അപ്പൊ ഇഫ്താല ഇത് ഏതാണ്? ഇതിന്റെ അസ്ല് എങ്ങനെ വന്നു? ഇത്തക്ക എന്നതിന്റെ ഇഫ്തഅല വസനാണ് ഇബ്തക. പിന്നെ എങ്ങനെ ഇത്തക്കയായി? ഇഫ്താല വസല് കാഫിയയില് വാവായിക്കൊണ്ടതിനെ മാറ്റിട്ട് ഫാഫില് വാവായപ്പോ വാവിനെ മാറ്റി താ ആക്കി ചെയ്തു. അങ്ങനെ ഇത്തക്കാനായി. ഇബ്തവക എന്നതിന്റെ ഇഫ്തഅല വസനാണ് ഇബ്തക എന്നാണ് അസ്ൽ ഉണ്ടാവുക. ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വാവ് വന്നപ്പോൾ അതിനെ മാറ്റി താ ആക്കി ഇദ്ഗാം ചെയ്തു. ഇഫ്തഅല വസനാണ്. ഗുഡ്. 11 വലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീഹി മുസ്ദജർ. മുസ്ദജർ എന്നതിന്റെ വസന അനീഷ ജവാസ് പറയൂ.
സജറ എന്നാണ്. അപ്പൊ ഇഫ്താല ഫീൽഡില് പിന്നെ ഫായിന് മുമ്പ് ഗായി വന്നതുകൊണ്ട് അതിന് ശേഷമുള്ള താലാക്കി. അപ്പൊ സജറ എന്നതിനെ ഇഫ്താലയാക്കുമ്പോ ഇസ് തജറ എന്നുണ്ടാവുക. ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് സ വന്നപ്പോൾ ശേഷമുള്ള തായിനെ മാറ്റി ദാലാക്കി ഇസ്തജറ എന്നായി. ഇസ്തജറയുടെ ഇസ്മു മഫൂലാണ് മുസ്തജർ. ഇഫ്തഅല യഫ്തഇലു ഇഫ്തിആലൻ ഫഹുവ മുഫ്തഇലുൻ വ ഉഫ്തുഇല യുഫ്തഅലു ഇഫ്തിആലൻ ഫഹുവ മുഫ്തഅലുൻ എന്നാണ് വരിക. അപ്പൊ അത് ഇസ്തജറയാവുമ്പോ ഇസ്തജറ യസ്തജിറു ഇസ്തിജാറൻ ഫഹുവ മുസ്തജിറുൻ വ ഉസ്തുജിറ യുസ്തജറു ഇസ്തജാറൻ ഫഹുവ മുസ്തജറുൻ എന്നത് ഇസ്മു മഫൂലാണ്. മുസ്തജറുൻ എന്നാണ് അസ്ൽ ഉണ്ടാകുക, മുഫ്തഅലുൻ അസ്ലാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള പദങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. യൗമ ലാ യഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി. തകല്ലമു എന്നതിന്റെ പ്രശ്നം അതാ അയ്യോ ഓ ഓക്കെ, സി ആണ്. തതഫഅലു എന്നാണ്. തതഫഅലു എന്ന വസ്നി പറഞ്ഞു നമ്മൾ. തഫഅല യതഫഅലു എന്ന മുഅന്നസിന്റെ രൂപം വരുമ്പോൾ ഒരു തായിനെ കളഞ്ഞുകൊണ്ട് പറയാം. തതകല്ലമു എന്നുണ്ടാവും, അതൊരു തായിനെ കളഞ്ഞതാണ്. വസ്നി തതഫഅലു ആണ്, അങ്ങനെ അത് മാറിയതാണ്. ഇത്രയുമാണുള്ളത്. ഏകദേശം ഇപ്പം വരുന്ന രൂപങ്ങൾ മനസ്സിലായി. നമുക്കറിയാവുന്നല്ല, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പദങ്ങൾ പോലും ചില സമയത്ത് നമ്മൾ കാണുമ്പോൾ ഇത് ഏതാണ്, ഇബ്ദാൽ ഇലാൽ എങ്ങനെ വന്നു എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പൊ ഇബ്ദാൽ ഇലാൽ എന്നത് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പല സമയത്തും ഉപകാരപ്പെടും. അതത് മഅദൂദും ഇതുപോലെ തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദ്യം ഡിസ്കസ് ചെയ്തതിലോ അല്ല ഡൗട്ടിനെ ചോദിച്ച് നമുക്ക് നിർത്താൻ ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും പറഞ്ഞോളൂ. ക്ലിയർ ആണോ? ഡൗട്ടുകളില്ല അല്ലേ? അല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒന്നെങ്കിൽ നന്നായിട്ട് മനസ്സിലായവർക്ക് ഡൗട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ തീരെ മനസ്സിലാവാത്തവർക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല. സാറേ, ലാസ്റ്റ് പറഞ്ഞ തത്തക്കല്ലമു ഇല്ലേ, അതിന്റെ അസ്ല് തഫഅല എന്നല്ലേ? തക്കല്ലമ നമ്മൾ തത്തക്കല്ലമ പറഞ്ഞില്ലേ? തതകല്ലമു എന്ന് പറയുമ്പോൾ തതഫഅലു എന്നാണ് വസ്ന്. അതിന്റെ അസ്ല് തഫഅല അല്ലേ? അതിന്റെ മാളി യതകല്ലമു. തകല്ലമ മാളിയാണ്, മുളാരി യതകല്ലമാണ്. യതകല്ലമു യതകല്ലമാനി യതകല്ലമൂന തതകല്ലമു. ആ തതകല്ലമൂനാണ് മാറ്റം വരിക. ആ തതകല്ലമുന്റെ താ ആണ് ഒഴിവാക്കുന്നത്. അതാ പറഞ്ഞത് തഫഅലയുടെ മുളാരിയുടെ മുഅന്നസിന്റെ രൂപത്തിലാണ് കളിയ. തനസ്സല യതനസ്സലു യതനസ്സലു യതനസ്സലാനി യതനസ്സലൂന തതനസ്സലു. ആ തതനസ്സലൂന്റെ തായിനെ കളഞ്ഞ് തനസ്സലു എന്ന് പറയാം. അതുകൊണ്ടാണ് തകല്ലമു തകല്ലമ എന്നാണ് തഫഅല വസ്നാണ് വരിക. തകല്ലമു എന്ന് വരുന്നത് കൊണ്ട് ആ മുളാരിയാണ്. ആ മുളാരിക്കല്ലേ റഫ്ദ് വരിക, മാദിയാണെ മബ്നിയാവൂലേ? അപ്പൊ ഇത് തതകല്ലമു എന്നാണ് അതിന്റെ അസ്ല്. തഫഅലയുടെ മുളാരിയുടെ മുഅന്നസിന്റെ രൂപത്തിലാണ് ഒരു തായിനെ കളഞ്ഞുകൊണ്ട് പറയൽ ജായിസായത്. മറ്റെന്തെങ്കിലും? ഓക്കെ, അജു സാറേ ലൈവിലുണ്ടോ? ഡൗട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് അവസാനിപ്പിക്കല്ലേ അജു സാർ? ഓക്കെ, ശരിയെങ്കിൽ നമുക്ക് നിർത്താം. വാഖ്തതിമു കലാമി ബിഹാദാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.